തെറ്റ് ചെയ്തതിൻ്റെ സീക്വൻസായി വന്ന എയ്ഡ്സ് പ്രതിഫലമായിട്ടില്ല, അത് സാമ്പിൾ വെടിക്കെട്ടേ ആയിട്ടുള്ളൂ. പിന്നെ വരുന്നുണ്ട് പ്രതിഫലത്തിന്റെ ലോകം, പരലോകമാണ്. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. പരലോകത്താണ് പ്രതിഫലം ഉണ്ടാവുക. ആ പ്രതിഫല ലോകത്ത് വിജയിച്ചു എന്ന് പറയാൻ പറ്റണമെങ്കിൽ രണ്ട് കാലം സ്വർഗത്തിലെത്തണം. ആ സ്വർഗം അൾട്ടിമേറ്റ് ഗോളായി അഥവാ പ്രധാന ലക്ഷ്യമായി മുന്നിൽ കണ്ടുകൊണ്ട് പണിയെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സാർത്ഥകമാകുന്നത്. അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾ മൂന്ന് വിധത്തിലാണ്. ഒന്ന്, ബുദ്ധി മാത്രം ഉള്ള ആൾക്കാരാണ്. അവരാരാ? മലക്കുകളാണ്. മലക്കുകൾക്ക് വൈകാരിക ചിന്തകൾ, ഇമോഷണൽ സെൻസ്, അവരെ പിടിപെട്ട് എന്തെങ്കിലും സംഭവിക്കില്ല, അവർക്ക് അങ്ങനെ ഉണ്ടാവില്ല. അസ്രാഈൽ അലൈഹിസ്സലാം ഒരു പെണ്ണിന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി വന്നാൽ ഈ പെണ്ണ് നല്ല സ്റ്റൈലുണ്ടല്ലോ എന്ന് അസ്രാഈലിന് തോന്നൂല. ഒരു ചെറുക്കന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രാഈൽ അലൈഹിസ്സലാം വന്നാൽ ഇവനെന്താ യൂട്യൂബിൽ നിന്ന് കാണുന്നത്, ഞാനും കൂടി കണ്ടാലോ, ഒരു അരമണിക്കൂർ അമ്യൂസ്മെന്റ് അല്ലേ എന്ന് വിചാരിക്കോ? ഇല്ല, അവർക്ക് അങ്ങനത്തെ ചിന്തകളില്ലല്ലോ. ബുദ്ധി മാത്രം ഉള്ളവരാണ് മലക്കുകൾ. രണ്ടാമത്തെ വിഭാഗം വികാരം മാത്രമേ ഉള്ളൂ, ബുദ്ധിയില്ല, വിവേകമില്ല. അതാരാ? മനുഷ്യേതര ജീവികൾ. അവർക്ക് പരലോക ചിന്തകൾ ഉണ്ടാവില്ല. ഉദാഹരണത്തിന്, ഒരാടിങ്ങനെ നടന്നു പോകുമ്പോ, ഒരു ഹാജിയാരുടെ വാഴത്തോട്ടം കണ്ടാൽ, അല്ലെങ്കിൽ ഒരു പശു നടന്നു പോകുമ്പോ ഒരു ഉമ്മ നനച്ചുണ്ടാക്കിയ വാഴത്തോട്ടം കണ്ടാൽ, ഇത് കടിച്ചു തിന്നാൽ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും എന്നൊന്നും ആ ജീവികൾ ചിന്തിക്കൂല. കാരണം അവർക്ക് അങ്ങനത്തെ ചിന്താലോകം എന്ന് പറയണതില്ല. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് പറന്ന കാക്ക അതേ സ്റ്റൈൽ തന്നെയാണ് ഇപ്പോഴും പറക്ക, പുരോഗതി ഉണ്ടാവില്ല. എന്നാൽ ബുദ്ധിയും വികാരവും രണ്ടും കൂടി ഉള്ളവരാണ് മനുഷ്യർ. രണ്ടും ഉള്ളവരാണ് മനുഷ്യർ. ബുദ്ധിയോടുകൂടി ജീവിച്ചാൽ മലക്കൾ ഒന്നിച്ച് സ്വർഗത്തിലെത്താം. വികാരത്തിനടിമപ്പെട്ട് ജീവിച്ചാൽ ഉലൈക കൽ അൻആം, അല്ല ബൽഹും അളൽ, മൃഗത്തെക്കാൾ അധപ്പതിച്ചു പോകും. അവിടെയാണ് നമ്മുടെ വിജയ പരാജയം കിടക്കുന്നത്. ബുദ്ധിയോടെ ജീവിച്ചാൽ സ്വർഗം, വികാരത്തിനടിമപ്പെട്ടാൽ പരാജയം. അപ്പൊ നമുക്ക് ബുദ്ധിയോടെ ജീവിക്കാനാവണം. എങ്ങനെയാണ് ആ ജീവിതം നേടിയെടുക്കുക എന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു ആലോചന പങ്കുവെക്കാനാണ് ഈ സമയത്തെ ഉപയോഗപ്പെടുത്തണം എന്ന് കരുതുന്നത്. നമുക്കെങ്ങനെ ബുദ്ധിയോടുകൂടി ജീവിക്കാം? ഇന്നലകളിൽ ജീവിച്ച് വഫാത്തായി പോയ മഹാന്മാർ ജീവിച്ച ഒരു റൂട്ടുണ്ട്. അവർ ബുദ്ധിയോടെ ജീവിച്ചു. ഇന്നലില്ലാഹി ഇബാദൻ ഫുത്തന, അവരാണ് ഇന്റലിജൻസ്, ബ്രില്യൻസ്. അതുകൊണ്ട് തന്നെ തൊല്ലഖുദ്ദുന്യ വഖാഫുൽ ഫിത്തന, അവർക്ക് ദുനിയാവിനല്ല മോർ ഇമ്പോർട്ടന്റ് ഉണ്ടാവുക, ആഖിറയായിരിക്കും. അങ്ങനെ മഹാന്മാരുടെ വഴിയെ നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം നേടാനാവും. നാട്ടിൽ നടക്കുന്ന മാമൂലുകളിലും പുതുതായി ഇറങ്ങുന്ന വാഹനങ്ങളിലും നമ്മൾ കണ്ണും നട്ടിരുന്ന് സുഖലോലുപരായാൽ, തെറ്റുകളിൽ അഭിരമിച്ചു പോയാൽ മൃഗത്തെക്കാളും അധപ്പതിച്ചു പോകും, അഥവാ നരകത്തിലെത്തും. ബുദ്ധിയോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നതിന്റെ ഒരർത്ഥം വബ്തഗി ഫീമാ ആതാകല്ലാഹു അദ്ദാറൽ ആഖിറ,
നിനക്ക് ഞാൻ എന്തൊക്കെ അനുഗ്രഹങ്ങളാണോ തന്നത്, ആ അനുഗ്രഹങ്ങളെ കൊണ്ട് സ്വർഗം വാങ്ങണം എന്നാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് സ്വർഗം വാങ്ങണം. എന്തൊക്കെയാണ് നമുക്ക് അള്ളാഹു അനുഗ്രഹങ്ങളായിട്ട് തന്നിട്ടുള്ളത്, അത് മുഴുവനും ഉപയോഗപ്പെടുത്തി സ്വർഗം വാങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതം വിജയിക്കുന്നത്. അനുഗ്രഹങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റൂല, എന്നാൽ എണ്ണം തുടങ്ങിയാലോ? സമയം, ആരോഗ്യം, സമ്പത്ത്, മക്കൾ, ഇങ്ങനെ പല ജാതി അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു തന്നിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളെ കൊണ്ട് നമുക്ക് സ്വർഗം വാങ്ങാൻ പറ്റിയാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. സമ്പത്ത് കൊണ്ട് സ്വർഗം വാങ്ങുന്നവരുണ്ട്. പള്ളിയെടുത്ത് സ്ഥാപനങ്ങളെ സഹായിച്ച് മുത്തഅല്ലിമീങ്ങൾക്ക് ഫുഡ് നൽകി സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തി സ്വർഗം വാങ്ങുന്നവരുണ്ട്. അതേ സമ്പത്ത് കൊണ്ട് തന്നെ ലോട്ടറി കമ്പനി തുടങ്ങി, സിനിമാ തിയേറ്റർ ആരംഭിച്ച് തെറ്റുകൾക്ക് കൂട്ടുനിന്ന് നരകം വാങ്ങുന്നവരുണ്ട്. ആരോഗ്യം, ഇബാദത്ത് ചെയ്ത് 40 കൊല്ലം ഇശാഇന്റെ വുളു കൊണ്ട് സുബഹി നിസ്കരിച്ച് നീണ്ട നേരത്തെ തഹജ്ജുദ് നിസ്കരിച്ച് സ്വർഗം വാങ്ങുന്നവരുണ്ട്. അതേ ആരോഗ്യം കൊട്ടേഷൻ സംഘം, വൃത്തികേടുകൾ, അതിനൊക്കെ കൂട്ടുനിന്നിട്ട് നരകം വാങ്ങുന്നവരുണ്ട്. ഇങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളെ കൊണ്ടും സ്വർഗം വാങ്ങുന്നവരുണ്ട്, നരകം വാങ്ങുന്നവരുണ്ട്. നമുക്ക് അനുഗ്രഹങ്ങളെ കൊണ്ട് സ്വർഗം വാങ്ങാൻ പറ്റണം. സമ്പത്ത് കൊണ്ട്, ആരോഗ്യം കൊണ്ട്, സമയം കൊണ്ട്, മക്കളെ കൊണ്ട്. ഇതെല്ലാം പാടെ നമുക്ക് പറയുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒറ്റൊരു അനുഗ്രഹത്തെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം. എങ്ങനെയാണ് അനുഗ്രഹങ്ങളെ കൊണ്ട് സ്വർഗം വാങ്ങുക? ഈ 4 അനുഗ്രഹങ്ങളിൽ ഓരോന്നും എടുത്താൽ മണിക്കൂറുകളോളം പറയേണ്ടതാണ്. സമയത്തെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയ മഹാന്മാരുണ്ട്. വഫാത്തിന്റെ നേരത്ത് മകള് കരയുമ്പോ മകളോട് ചോദിക്കുന്നുണ്ട്, മോളെന്തിനാ കരയുന്നത്? വാപ്പ നരകത്തിൽ കടക്കൂന്ന് പേടിച്ചിട്ടാണോ? അപ്പേടി വേണ്ട. വാപ്പ ഈ റൂമിൽ 25 കൊല്ലം ജീവിച്ചിട്ട് ഒരു തെറ്റും വാപ്പ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ റൂമിൽ നിന്ന് മാത്രം 18,000 ഖത്മുകൾ ഓതി തീർത്തിട്ടുണ്ട്. അബൂബക്കർ ബിൻ അയ്യാഷ് റളിയല്ലാഹു അൻഹു. അവർ സമയം കൊണ്ട് സ്വർഗം വാങ്ങാൻ ശ്രമിക്കുന്നവരാ. അപ്പോഴും നമ്മുടെ വാട്സപ്പിൽ ലാസ്റ്റ് സീൻ ടുഡേ 1:35 കാണുന്നത്. എന്തായിരിക്കും അത്ര വരെ നമ്മൾ ഇങ്ങനെ ചെലവഴിച്ചിട്ടുണ്ടാവുക? നമ്മൾ ഇപ്പോൾ എടുക്കുന്ന വിഷയം അള്ളാഹു നൽകുന്ന വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണല്ലോ മക്കൾ. ആ മക്കളെ കൊണ്ട് നമുക്ക് എങ്ങനെ സ്വർഗം വാങ്ങാം എന്ന ഒരു ചർച്ചയാണ്. സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മനുഷ്യനുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഒരു പേടിയാണ് എന്റെ മക്കളെ കൊണ്ട്, കുടുംബം കൊണ്ട് ഞാൻ നരകത്തിൽ പോകുമോ എന്ന്. ഒരാളുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ട പേടിയാണത്. എന്റെ മക്കളെ കൊണ്ട് ഞാൻ നരകത്തിൽ പോയേക്കുമോ എന്ന പേടി ഓരോ ഉമ്മമാരുടെ മനസ്സിലും എന്നും ഉണ്ടാവണം. മക്കള് നന്നായി കിട്ടിയാൽ ഇതിനോളം വലിയൊരു അനുഗ്രഹം ഈമാൻ കഴിഞ്ഞാൽ, ആഫിയത്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൻ വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദ്. മക്കള് നന്നാവുക എന്ന് പറയുന്നത് ലോകത്തൊരു മനുഷ്യന് കിട്ടുന്ന വളരെ വലിയ ഒരു അനുഗ്രഹമാണ്. അത് വാപ്പ ഉസ്താദായതുകൊണ്ട്, ഉമ്മ ആലിമത്തായതുകൊണ്ട് ആയിക്കോളണം എന്നൊന്നുമില്ല. നമ്മുടെ പ്രവർത്തനവും അതോടൊപ്പം പ്രാർത്ഥനയും കൂടി ചേർന്ന് ഖബൂലിയത്ത് കിട്ടിയാൽ അല്ലാഹു തരുന്ന ഒരു സമ്മാനമാണ് നജാബത്തുൽ ഔലാദ്. മക്കള് നന്നായി കിട്ടും. മക്കള് നന്നായാലുള്ള ഒരു മെച്ചെന്താന്നറിയോ? ഒരു ദീർഘായുസിന് സമാന. ദീർഘായുസ് പല കോലത്തിലും കിട്ടും. 3 രൂപം ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാം. ഒന്നാമത്തത്, ദീർഘകാലം ജീവിക്കും,
അത്ര തന്നെ ഇബാദത്ത് ചെയ്യാനും തൗഫീഖ് കിട്ടും. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു എന്ന ഹദീസിന്റെ ഗണത്തിൽ പെടുന്നത് പോലെ മഹാനായ താജുൽ ഉലമയൊക്കെ ജീവിച്ചതുപോലെ. രണ്ടാമത്തെ ദീർഘായുസിന്റെ ഒരു കൊല്ലം കുറഞ്ഞ കാലേ ജീവിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ സഹസ്രാബ്ദങ്ങൾ ജീവിച്ച, നൂറ്റാണ്ടുകൾ ജീവിച്ച അത്ര ഇബാദത്ത് ഒരു അക്കൗണ്ടിൽ ഉണ്ടാവും. മഹാനായ ഇമാം നവവി റഹ്മഹുള്ളയൊക്കെ ജീവിച്ച് കാണിച്ചു തന്നതുപോലെ. മൂന്നാമത്തതുണ്ട്, കൂടുതലെന്നോ കുറവെന്നോ ഒന്നും പറയാൻ പറ്റൂല, ഒരു റീസണബിൾ, തിരക്കേടില്ലാത്ത ആയുസ് കിട്ടിയിട്ടുണ്ട്. കുറെ ഇബാദത്തൊന്നും എടുത്തു പറയത്തക്ക വിധത്തിൽ ഇല്ലെങ്കിൽ പോലും അവർ ജീവിച്ചതിന് അടയാളമുണ്ട്. ബാക്കി പത്രമായി അവർ പലരെയും ഇവിടെ സംവിധാനിച്ചിട്ടാണ് പോയത്. അഥവാ സ്വാലിഹായ മക്കൾ അവർക്കുണ്ട്. ആ ഉമ്മ ഖബറിലെത്തിയാൽ, ആ വാപ്പ ഖബറിലെത്തിയാൽ നിരന്തരമായി ഉമ്മയുടെ വാപ്പയുടെ ഖബറിലേക്ക് ഖുർആൻ ഓതിയിട്ടും ദിക്റുകൾ ചൊല്ലിയിട്ടും ദുആ നടത്തിയിട്ടും ഇബാദത്തുകൾ നിരന്തരം കൊടുത്തയച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും സ്വർഗത്തിൽ കിട്ടുന്ന ഡിഗ്രി വളരെ വളരെ വലുതായിരിക്കും. ഇയാള് തന്നെ ഈ ഉമ്മ എന്നെ ചോദിക്കും, എത്ര റബ്ബ്, ഇന്നലെ കിട്ടിയ ഡിഗ്രി അല്ലല്ലോ, സ്വർഗത്തിലെ സ്ഥാനമല്ലല്ലോ ഇന്ന്, ഇതെങ്ങനെ കിട്ടി? നിന്റെ മകളുടെ മകന്റെ പ്രാർത്ഥനയാണ് കാരണം എന്ന് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു മകൾ, അങ്ങനത്തെ ഒരു മകൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചതിന് മുതലായി. അല്ലാതെ മരിച്ചു പോകുന്ന സമയത്ത് എല്ലാവരും വ്യത്യസ്ത അഭ്യസ്ത വിദ്യരാണ്. ദീനിന്റെ ആദ്യാക്ഷരം പോലും അവർ പഠിച്ചിട്ടില്ല. എന്താ നമ്മുടെ ജീവിതം കൊണ്ട് കാര്യം? എന്താ ഇതിനെ കൊണ്ട് കാര്യം? നമ്മുടെ മക്കൾ നന്നായി കിട്ടണം. ഒരു പർവ്വതം നിലവിലുള്ള സ്ഥാനത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനേക്കാൾ അധ്വാനമാണ് മക്കളെ നന്നാക്കുക എന്ന് പറയുന്നത്. അതങ്ങോട്ട് ഒറ്റയടിക്ക് ഒരു ആപ്ലിക്കേഷനിൽ കയറി ക്ലിക്ക് ചെയ്തിട്ട് നന്നാവുന്ന സംവിധാനമൊന്നുമല്ല. ഉപ്പയുടെ ഉമ്മയുടെ നിരന്തരമായ പരിശ്രമം, പ്രാർത്ഥന, പ്രവർത്തനം, അധ്വാനം ഒക്കെ ഉണ്ടാവണം. മക്കള് നന്നാവാൻ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചു പോവേണ്ട 5 കാര്യങ്ങളെ കുറിച്ചാണ് വളരെ ലളിതമായി പറയണം എന്ന് കരുതുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് മക്കള് നന്നായി കിട്ടാൻ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. ഇന്നലകളിൽ ജീവിച്ച പല മഹാന്മാരുടെയും ജീവിതം ഇത്രമാത്രം തിളങ്ങി നിന്നതിന്റെ പ്രധാന കാരണം അവരുടെ ഉപ്പയുടെ പ്രാർത്ഥന തന്നെയാണ്. ഉദാഹരണത്തിന് കുറെ ഇമാമിങ്ങളെ ഓർമ്മയിൽ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് സമയം പോരാ. ഉദാഹരണത്തിന് പറയാം, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ വളരെ സാധുവാണ്, വളരെ പാവാണ്. എന്ന് പറഞ്ഞാല് നൂല് നൂറ്റിട്ട് നെയ്ത്ത് ജോലി ചെയ്തിട്ട് കിട്ടുന്ന ചെറിയ ശമ്പളം, അതിൽ നിന്ന് തന്റെ മക്കളെ പോറ്റാൻ വേണ്ടി കുറഞ്ഞ പണം എടുക്കും. ബാക്കിയുള്ളത് പാവപ്പെട്ട ഉസ്താദുമാർക്ക് സംഭാവനയും ചെയ്യും. അത് പ്രധാനമാണ്. പൊതുവെ സ്വതക്കകൾ കൂടുതൽ ചെയ്യല് പാവപ്പെട്ടവരാണ്. പൊതുവെ പാവപ്പെട്ടവരാണ്, അഥവാ അധികം സമ്പത്തില്ലാത്തവരാ സ്വതക്ക കൂടുതൽ ചെയ്യൽ. പണക്കാര് ചെയ്യാറില്ല എന്നല്ല, പക്ഷെ ആ ചെയ്തതിന്റെ ബാത്തിലാക്കേണ്ട പണി അവരെന്നെ പലപ്പോഴും നടത്തുകയും ചെയ്യും. എന്റെ അടുത്തുനിന്ന് സ്വതക്ക കിട്ടിയ ആളെ എന്നെ മെയിൻറ്റാക്കണം, എന്നെ കണ്ടാ ചിരിക്കണം എന്ന് വിചാരിച്ചാൽ തന്നെ സ്വതക്ക ബാത്തിലാവും. ആന്ന് മൂപ്പരിക്ക് നമ്മളല്ലേ വീട് വെച്ചു കൊടുത്തത്, ഇപ്പം മെയിന്റ് വരാക്കണില്ല. ശരി, മെയിന്റ് ആക്കാനാ, അത് വലിയ അപകടം. അങ്ങനെ നമ്മൾ കരുതാൻ പാടില്ല. ശരിക്ക് സ്വതക്ക എന്ന് പറയുന്നത് കുറെ പണം കൊടുക്കുക എന്നല്ല കേട്ടോ അതിന്റെ അർത്ഥം.
കിട്ടുന്ന ആളെ സന്തോഷിപ്പിക്കുകയാണ് വേണ്ടത്. എപ്പോഴാ സ്വതക്കയാവുക? അതുകൊണ്ടല്ലേ പുഞ്ചിരി സ്വതക്കാന്നല്ലേ വിശേഷിപ്പിച്ചത്. എന്താ സ്വതക്കയാവാൻ കാരണം? പുഞ്ചിരി കിട്ടുന്ന ആൾക്ക് സന്തോഷം ഉണ്ടാവും. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് കളിയാക്കി ചിരിച്ചാൽ ഒരാളുടെ നമ്മളൊരാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് കളിയാക്കി ചിരിച്ചാല് അതിന് സ്വതക്കന്റെ കൂലി കിട്ടോ? ഇല്ല. കാരണം അത് കിട്ടിയാക്ക് വിഷമം ഉണ്ടാവുക, സന്തോഷമല്ല ഉണ്ടാവും. കിട്ടുന്നയാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റണം. അഫ്ളലുൽ അഅ്മാൽ, ഏറ്റവും നല്ല കർമ്മം ഇദ്ഖാലു സുറൂർ ഫീ ഖൽബിൽ മുഅ്മിന, മുഅ്മിന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടായി കൊടുക്കല. നമ്മുടെ വീട്ടിന്റെ വാതിൽക്കൽ വന്ന ഒരു പാവപ്പെട്ട സ്ത്രീയോട് അവര് കൊണ്ടുവന്നിരിക്കുന്ന രേഖ വാങ്ങിയിട്ട് ഈ എഴുത്ത് കൊണ്ടുവരുന്ന സ്ത്രീ, അവരുടെ ഭർത്താവ് 1 വർഷം മുന്നേ ടെറസിന്റെ മേലേന്ന് വീണ് മരണപ്പെട്ടതാണ്. ചികിത്സാ ചെലവില് 5 ലക്ഷം ചെലവായിട്ടുണ്ട്. 2 മക്കൾ, അവർ രണ്ടുപേരും മാനസിക വിഭ്രാന്തിയിലാണ്, അസുഖത്തിലാണ്. ടോട്ടൽ ഒരുപാട് ലക്ഷങ്ങൾ കടമുള്ളവരാണ്. അകമഴിഞ്ഞ് അള്ളാഹുവിന്റെ പേരിൽ സഹായിക്കണം എന്ന് അബ്ദുറഹ്മാൻ ഹാജി ജനറൽ സെക്രട്ടറി, അബ്ദുള്ള ഹാജി പ്രസിഡന്റ്, ചട്ടഞ്ചാൽ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഉദാഹരണമാണ്. അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഈ എഴുത്ത് വാങ്ങിയിട്ട് നമ്മള്, സത്യം തന്നെയാണോ ഈ പറയണത്? കളവൊന്നല്ലല്ലോ. കുറെ തട്ടിപ്പന്മാരെ ഇറങ്ങിയ കാല. സത്യാണോ ഈ പറയണത്? സത്യാണോ പറഞ്ഞ കുറെ ചൂടായിട്ട് കൊടുക്കണം 100 അതിനൊന്നും കൂലിയില്ല. കാരണം ആ പാവത്തിന്റെ കൽബ് വേദനിപ്പിച്ചിട്ട് കൊടുത്ത 100. അപ്പുറത്തെ വീട്ടിലേക്ക് പോയപ്പോ ഈ കാർഡ് കൊടുത്തപ്പോ ഇതൊന്നും വേണ്ട, നമ്മളെ മേലെ കാര്യമായിട്ട് നിങ്ങളെ സഹായിക്കാനൊന്നുമില്ല, വേണ്ട അയ്യോ അതൊന്നും വായിക്കൊന്നും വേണ്ട, ഇൻഷാല്ലാ ഉള്ളത് തരാം ഇൻഷാല്ലാ എന്നിട്ട് ഒരു 50 രൂപ കൊടുത്തു. അത് സ്വതക്കയാ. അപ്പൊ പൈസ കൊടുത്താകട്ട് സ്വതക്കന്റെ കൂലിയൊന്നും കിട്ടൂല. അതിന് എത്ര കണ്ടീഷൻ ഉണ്ട്? 6 കണ്ടീഷൻ ഉണ്ട് സ്വതക്ക സ്വീകരിക്കാൻ. അതിപ്പോ വിശദീകരിക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചില്ലേ, അയ്യു സ്വതക്കത്തി അഅ്ലമു അജ്റൻ, നബി ഏറ്റവും നല്ല കൂലിയുള്ള സ്വതക്ക ഏതാ? തങ്ങളുടെ മറുപടി, അൻത തസദ്ദഖ വ അൻത സഹീഹുൻ, നിനക്ക് നല്ല ആരോഗ്യം ഉണ്ടാവുമ്പോ സ്വതക്ക കൊടുക്കണം. നല്ല ആരോഗ്യം ഉണ്ടാവുമ്പോ സ്വതക്ക കൊടുക്കണം. അതിനാ ഏറ്റവും കൂലി എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഒരു ഹാജിയാരല്ല ഹജ്ജുമ്മ ആരെങ്കിലും മൂപ്പരെടുത്ത് ബദരീങ്ങളുടെ ആണ്ടിന്റെ പിരിവിന് പോയപ്പം കൊടുത്തിട്ടില്ല. എന്താ? അത് ഒരു പുതിയ ഷോപ്പ്, കിഡ്സിന്റെ ഷോപ്പ് തുടങ്ങിയിട്ട് ചെറിയ ഡള്ളാണ്. ഓക്കെ, നബിദിനത്തിന്റെ പിരിവ് റബീഉൽ അവ്വലിന് വന്നപ്പോ ചോദിച്ചു, അപ്പോഴും കൊടുത്തിട്ടില്ല. ലേഡീസിന്റെ ഷോപ്പ് തുടങ്ങിയിട്ട് ചെറിയ ഇക്കണോമിക്കൽ ക്രൈസിസ് ആണ്. ഓക്കെ, കിഡ്സുമായി ലേഡീസുമായി. അടുത്ത കുറി സാഹിത്യോത്സവന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് പോയി, അന്നേരം കൊടുത്ത അതുമില്ല. എന്തേ? ജെൻസിന്റെ ഷോപ്പ് തുടങ്ങിയിട്ട് ചെറിയ ടൈറ്റ് ആണ്. ഈ ടൈറ്റ്, ഡള്ള്, ഇക്കണോമിക് ക്രൈസിസ് എന്നെല്ലാം പറഞ്ഞ പിശുക്കിന്റെ ഇംഗ്ലീഷ് ആട്ടാ. ആധുനിക ഭാഷയിൽ പിശുക്ക് കാണിക്കുന്നതേ ഉള്ളൂ. പിശുക്ക് എന്നർത്ഥം, അല്ലാണ്ട് സാഹിത്യത്തിൽ വേറെന്തോ അല്ല. ഡള്ള്. 4-5 മക്കളുണ്ട്, വലിയ ജോലിക്കാര്, ഒന്നും കൊടുക്കൂല. അങ്ങനെ ഇരിക്കും വാൾവിനെന്തോ പ്രശ്നമുണ്ട്, മെഡിക്കൽ കോളേജിൽ എടുത്ത്. അയ്യോ, വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടുന്ന് പറഞ്ഞ വീട്ടിൽ കൊണ്ടുപോയിക്കോളി, പ്രതീക്ഷയില്ല. മക്കളൊക്കെ വിളിച്ച് അവരൊക്കെ വണ്ടിയിൽ ഇങ്ങനെ കയറുമ്പോ വീട്ടിലേക്ക് അടുത്തെത്തുമ്പോ മൂപ്പര് പറഞ്ഞു, നമ്മൾ ആ സ്ഥാപനത്തിന്റെ അടുത്തുള്ള 10 സെന്റ് ഇല്ലേ, സ്ഥാപനത്തിന് കൊടുത്തേന്ന്. അതിനൊന്നും വില കൂലിയില്ല, ഉടായി പല്ലാനോട് വേണ്ട, ആരോഗ്യമുള്ള കാലത്ത് കൊടുത്തോളണം. അതാ പറഞ്ഞ ആരോഗ്യം ഉണ്ടാവും കൊടുക്കണം. പിന്നെ പറയുന്നുണ്ട് ഒരു വാക്ക്, ദാരിദ്ര്യം പേടിക്കുമ്പോ കൊടുക്കണം.
നബിദിനത്തിന് അല്ലെങ്കിൽ മുത്തല്ലിങ്ങളുടെ കളക്ഷന് വേണ്ടി വന്നപ്പോ, സ്ഥാപനത്തിന്റെ ആവശ്യാർത്ഥം വന്നപ്പോ ഈ 2000 കൊടുത്താല് അടുത്ത 10-ാം തീയതി കുറി എന്താ ചെയ്യാ, അല്ലെങ്കിൽ ഭാര്യ കൊടുക്കേണ്ട ചെലവിന്റെ പൈസ അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് എന്താ ചെയ്യാ എന്ന ആശങ്ക ഉണ്ടാവില്ലേ? അന്നേരം കൊടുക്കണം. അല്ലാണ്ട് എല്ലാ ആവശ്യവും കഴിഞ്ഞിട്ടല്ല കൊടുക്കേണ്ടത്, അന്നേരം കൊടുക്കണം. അതിനല്ലേ സ്വതക്കന്റെ കൂലി. അപ്പോഴല്ലേ സ്വതക്കൊക്കെ കൂലി കിട്ടുക, കൂടുതൽ പ്രതിഫലം ലഭിക്കുക. അങ്ങനെയല്ലേ നമ്മളാവേണ്ടത്. ഗസാലിമാമിന്റെ വാപ്പയിലേക്ക് തന്നെ നമുക്ക് ചരിത്രത്തെ കൊണ്ടുപോകും. ആ വാപ്പ ചെറിയ ശമ്പളമൊക്കെയാ കിട്ടുക, അതിൽ നിന്ന് മക്കളെ പോറ്റും. പാവപ്പെട്ട ഉസ്താദുമാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒത്താശ ചെയ്തു കൊടുക്കും. ഫിഖ്ഹ് പറയുന്ന, കർമ്മശാസ്ത്രം പറയുന്ന മജ്ലിസുകളിൽ പോയാൽ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചിന്തിക്കും, ഇതേപോലെ ഫിഖ്ഹ് പറയുന്ന ഒരു മോനെയാറ്റ് എനിക്ക് കിട്ടിയെങ്കിൽ എന്റെ റബ്ബേ, എനിക്കൊരു മോനെ, നല്ല കർമ്മശാസ്ത്രം മനസ്സിലാവുന്ന അടുത്ത തലമുറക്ക് കൈമാറുന്ന ഒരു മോനെ എനിക്ക് നീ തരണേ എന്ന് ദുആ ചെയ്തിട്ട് പോകും. ഇത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും. പിന്നെ മഹാനവറുകൾ ഈ വാപ്പ വയലിന്റെ മജ്ലിസിൽ പങ്കെടുക്കും. വയലിന്റെ മജ്ലിസിൽ പങ്കെടുത്താൽ അവിടുന്ന് ഇങ്ങനെ കരയിക്കണ ചരിത്രമൊക്കെ ഉണ്ടാവുമല്ലോ. ആ ചരിത്രം കേട്ടാൽ ഇങ്ങനെ ദ്വാരക്ക് ഇതേപോലെ മോമിനിങ്ങളുടെ കൽബിൽ നിറഞ്ഞ് ഇൽമു കൊടുക്കുന്ന നല്ല വായിലായ ഒരു മോനെ എനിക്ക് തരണേ അല്ലാ എന്ന് ആ വാപ്പാന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന. ഫസ്തജാബല്ലാഹു ദഅവതൈഹി, ആ 2 പ്രാർത്ഥനക്കും അല്ലാഹു ഉത്തരം കൊടുത്തു. ഞാൻ ഇത് പറയണത് തബഖാത്തു ശാഫിഇയ്യത്തിൽ കുബ്രയിൽ ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതാ. ആ 2 പ്രാർത്ഥനക്കും അല്ലാഹു കൊടുത്തു ഉത്തരം. ലോകത്ത് കർമ്മശാസ്ത്ര പണ്ഡിതരുടെ ഗുരുവര്യരായി അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു വന്നില്ലേ? വലിയ കർമ്മശാസ്ത്ര അലിമ, ഫിഖ് മൊത്തം കീഴടക്കിയിട്ടാ സൂഫിസത്തിലേക്ക് പോകുന്നത്. നമ്മൾ ഓതുന്ന ഫത്ഹുൽ മുഈൻ അതെഴുതിയ മഖ്ദൂം തങ്ങളുടെ ഉസ്താദായ ഇബ്നു ഹജർ തങ്ങൾ, ആ ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫ, ആ തുഹ്ഫ ഉണ്ടാക്കിയത് നവവി ഇമാമിന്റെ മിൻഹാജ് എന്ന, നവവി ഇമാമിന്റെ മിൻഹാജ് റാഫി ഇമാമിന്റെ മുഹററിൽ നിന്ന്. ആ മുഹറർ എവിടുന്നാ പോരുന്നത്? അങ്ങനെ പോന്ന് എത്തുന്നത് ഗസാലി ഇമാമിന്റെ വജീസിലും ബസീത്തിലും ഒക്കെയാണ്. ആ ഗസാലി ഇമാമാണ് ഫുഖഹാക്കളുടെ ഗുരുവര്യർ. അത്രയും നല്ല കർമ്മശാസ്ത്ര പണ്ഡിതനെ അല്ലാഹു സമ്മാനിച്ചു ആ വാപ്പന്റെ പ്രാർത്ഥന കൊണ്ട്. പിന്നെ അടുത്ത മോൻ നല്ലൊരു വായിലായി മാറി. ചരിത്രം വിശദീകരിക്കുന്നില്ല. അപ്പൊ നമ്മുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാത്തിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എൻ്റെ കുടുംബം വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, എൻ്റെ കുടുംബം ബാക്കി നാട്ടുകാർക്കും എൻ്റെ മറ്റു കുടുംബങ്ങൾക്കും അടക്കം മാതൃകയാകും വിധത്തിൽ എൻ്റെ കുടുംബത്തെ നീ ക്രമീകരിച്ചു തരണേ അല്ലാ എന്ന് 5 വക്ത് നിസ്കാര ശേഷം പാതിരാത്രി എഴുന്നേറ്റ് നമ്മൾ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലാഹ് തരും, സ്വാലിഹായ മക്കളെ തരും. ഇതിനേക്കാൾ പവർഫുള്ളായ ഒരു ടൂൾ നിങ്ങൾക്ക് ഒരു സൈക്കോളജിയിൽ നിന്നും ഒരു പാരന്റിംഗ് ക്ലാസ്സിൽ നിന്നും കിട്ടില്ല. ദുആ ആണ് ഏറ്റവും വലിയ കാര്യം. ബുഖാരി ഇമാമിനെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ, അവരുടെ കാഴ്ച തിരിച്ച് കിട്ടുന്നതിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നത്തിൽ വന്ന് ബുഖാരി ഇമാമിന്റെ ഉമ്മനോട് പറഞ്ഞല്ലോ, നിങ്ങൾ കുറെ കരഞ്ഞുകൊണ്ട് കുറെ ദുആ ചെയ്തല്ലോ, അതുകൊണ്ട് കിട്ടിയതാണ് ഈ കാഴ്ച എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്. തജ്വീദിലെ അഗ്രേസരനായ ഇമാം ജസ്രി തങ്ങൾ, ആ ജസ്രി ഇമാം ഇത്ര വലിയ ഖുർആൻ പണ്ഡിതനായത് എങ്ങനെയാ? അവരുടെ വാപ്പ മക്കത്ത് ഹജ്ജിന് പോയി സംസം വെള്ളം കുടിച്ചപ്പോൾ എന്തുവായിരുന്നു? എനിക്ക് ഖുർആൻ പണ്ഡിതനായ ഒരു ആലിമായ മോനെ തരണേ എന്ന്. അപ്പോഴാണ് ആ മകൻ ഈ ലോകത്ത് പിറവിയെടുക്കുന്നത്. ഇങ്ങനെയാണ് ലോകത്തെ ആലിമീങ്ങൾ, മഹാന്മാർ പിറവിയെടുത്തത്. ഉമ്മമാരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന, ഇതിനോളം വലുത് ഒരു സംഗതി ലോകത്തുണ്ടാവില്ല. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി എന്ന് പറയുന്ന മകൻ, ആ ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങൾ ദുആയിരുന്നു, എന്റെ മോൻ അലിയെ എനിക്ക് നന്നാക്കാനൊന്നും ആവൂല, മക്കളായിരിക്കും നന്നാക്കാൻ, നീ തന്നെ നന്നാക്കണം റബ്ബേ, എന്റെ മോനെ നീ ഏറ്റെടുക്കണമെന്ന്
പ്രാർത്ഥിച്ചപ്പോഴേക്ക് കിട്ടിയ സമ്മാനം എന്താ? ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനോട് കിടപിടിക്കുന്ന വലിയന്റെ സ്ഥാനത്തേക്ക് അലി ഇബ്നു ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുമാ ആ മകൻ വളർന്നില്ലേ? ഖുർആൻ കേട്ടിട്ടല്ലേ ഈ ലോകത്തുനിന്ന് വിട പറയുന്നത്? മുനാവി ഇമാമിന്റെ തബഖാത്തിൽ കാണാം. അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രാർത്ഥന അവിടെയാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. മക്കൾക്ക് വേണ്ടി, അവരുടെ സ്വലാഹിയത്തിന് വേണ്ടി ദുആ ചെയ്യാത്തൊരു ദിവസവും നമ്മളിൽ നിന്നുണ്ടാവരുത്. ഇനി ഒരു കാലത്തും അവർക്കെതിരെ നമ്മൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ ശാപപ്രാർത്ഥന നടത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മാതാപിതാക്കളുടെ ദുആ വേഗം സ്വീകരിക്കും, എതിര് ദ്വാരുന്നാൽ പെട്ടെന്ന് സംഭവിച്ചു പോകും. ഒരിക്കലും ദുആ ചെയ്യരുത്. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ പക്വതക്കുറവ് കൊണ്ട്, അപക്വത കൊണ്ട് എന്തെങ്കിലും അവരിൽ നിന്ന് വരുമ്പോഴേക്ക് ചാടിക്കേറി ദുആ ചെയ്യരുത്. ഇമാം തന്നെ ഇഹ്യയിൽ പറയുന്നുണ്ടല്ലോ, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് ഒരാൾ വന്നു. ആ വാപ്പന്റെ പരാതി, എന്റെ മോന് തീരെ പറഞ്ഞനുസരിക്കണില്ല എന്നാ. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹൽ ദഅഉത അലൈഹി, നിന്റെ മോനിക്കെതിരെ നീ ദ്വാർന്നിട്ടുണ്ടോ? ആ, ഇടക്കൊക്കെ ഒരു തീരെ പറഞ്ഞനുസരിക്കാതിരിക്കുമ്പോ ഈ ഒന്നും നന്നാവൂല എന്ന അർത്ഥത്തിൽ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞോ? കത് അഫ്സത്തഹു, ഇതെന്നെ ഓനെ മോശാക്കി, പിന്നെ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത്. ആത്മാർത്ഥമായി ദുആ ചെയ്യണം അവർക്ക്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ വേണ്ടി വന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മക്കളൊക്കെ ചെറിയ മക്കളുണ്ടത്രേ, അവരെയൊക്കെ ഒന്ന് കൺകുളിർമയെ കണ്ടിട്ട് വഫാത്താവണമെന്നാ പൂതി എന്ന്. അയച്ച അസ്റായീൽ അലൈഹിസ്സലാമിനെ തിരിച്ചു വിളിച്ചു അല്ലാഹു. 20 കൊല്ലം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന കൽപ്പന ഉണ്ടായിരുന്നു. കണ്ടോ, അല്ലാഹു ആ മഹാന്റെ ബർക്കത്തുണ്ട്. ദുആഇന് ഇജാബത്തുള്ള മഹാനാണ് അല്ലാഹു. അവരുടെ ബർക്കത്തുണ്ട്. നമ്മളെ മക്കളെ ഒക്കെ നന്നാക്കി തരുമാറാവട്ടെ. മക്കൾ നന്നാവണം. എന്നാൽ ഈ ഭൂമിയിൽ ജീവിച്ചതിന് മുതലായി മക്കൾ നന്നാവും എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞ പോലെ കൺകുളിർമയായ മക്കളാവുക എന്നാണ് അതിന്റെ അർത്ഥം. മൂപ്പര് പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആണ്, അല്ലെങ്കിൽ നല്ല തടിയും തൻ്റെ ഇടുണ്ട്, ഗ്ലാമർ ഉണ്ട്. ഇതൊന്നല്ല മക്കള് നന്നാവലിന്റെ മാനദണ്ഡം. എന്റെ മോൻ നല്ല തടിയാട്ടോ, അതിനെ കൊണ്ട് എന്താ, ഇതെന്താ ഗുസ്തിക്കാറ്റ് മത്സരിക്കാൻ പോണ്ടോ? ഖുർറത്തുഅയ്ൻ, കൺകുളിർമ. ഇതെപ്പോഴാ കൺകുളിർമയാവുക? ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. മുത്ഇഈന ലില്ലാഹി വലി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ദീനീ ചിട്ടയിൽ നടക്കുന്ന മക്കളെ നമുക്ക് കിട്ടണം. ഒരു ഉമ്മ പാതിരാത്രിക്ക് എഴുന്നേൽക്കണ സമയത്ത് 2:30-3 മണിക്ക് ടോയ്ലറ്റിൽ പോയിട്ട് ഒന്ന് മൂത്രമൊഴിച്ചിട്ട് വരണം എന്ന് ഉപ്പയോ ഉമ്മയോ വിചാരിച്ചിട്ട് അവരുടെ ബെഡ്റൂം ഡോറ് തുറന്ന് പുറത്തുള്ള ബാത്റൂമിലേക്ക്, ടോയ്ലറ്റിലേക്ക് പോകുമ്പോ അപ്പുറത്തെ ബെഡ്റൂമിൽ നിന്നുണ്ട് ഒരു അരണ്ട വെളിച്ചം കാണുന്നു. എന്താ റബ്ബേ ഇത്? അപ്പോഴെന്താന്നറിയോ? ഹെഡ്സെറ്റ് കുത്തിയിട്ട് സോഫയിൽ മാതിരി കടന്നിട്ടുണ്ട് നമ്മളെ +2 മോന്. ഓൻ മ്യൂസിക് പ്ലെയർ ഓണാക്കിയിട്ട് പല ഹറാമുകളിലുമാണ്. അപ്പുറത്തെ വീട്ടിലെ ഉമ്മ, അവർ 4 മണിക്ക് എഴുന്നേറ്റ് വുളു എടുക്കാൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഒരു ബെഡ്റൂമിൽ നിന്ന് ഒരു ചെറിയ ലൈറ്റ് കാണുന്നു. നോക്കുമ്പോൾ ഹിഫ്ളിന് പഠിക്കണ മുത്തഅല്ലിം തഹജ്ജുദിന് എണീറ്റിട്ട് നിസ്കരിക്കുകയാണ്. ഏതാ കൺകുളിർമ? എവിടെ നമുക്ക് കൺകുളിർമ ഉണ്ടാവുക? രണ്ടാമത്തെ അല്ലേ? അതിനെന്ത് വേണം? ആത്മാർത്ഥമായ ദുആ വേണം. അതാണ് ഏറ്റവും പ്രധാനം. 2, മക്കള് നന്നായി കിട്ടാനുള്ള രണ്ടാമത്തെ കാര്യം
അവരെ നമ്മൾ നന്നായി സ്നേഹിക്കണം, പരിഗണിക്കണം. ചില വീട്ടുകാരൊക്കെ പറയുന്ന കേൾക്കാം, ചില വാപ്പമാര്, കാരണന്മാര്, ജ്യേഷ്ഠന്മാരൊക്കെ നമ്മൾ വീട്ടിലേക്ക് കയറിയാൽ പിന്നെ പിള്ളറൊന്നും മിണ്ടൂല. അതൊന്നും വലിയ കാര്യമല്ല കേട്ടോ. അതൊരു പെരുമ്പാമ്പ് നമ്മളെ വീട്ടിൽ കയറിയിട്ട് കട്ടിന്റെ അടി കൂടി ആരെങ്കിലും ഉണ്ടോ? അതേപോലെ തന്നെ ഉള്ളൂ. അത് വലിയ കാര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ കയറിയ പിള്ളറെല്ലാം വന്നിട്ട് തങ്ങളുടെ ഷോൾഡറിലും ചുമലിലും കയറി കളിക്കും. തങ്ങളെക്കാളും വലിയ രക്ഷിതാവാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. പിന്നെന്താ വേണ്ടത്? നല്ല സ്നേഹം കൊടുക്കണം. സ്നേഹം കൊടുക്കാന്ന് പറഞ്ഞാൽ, മക്കളെ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ ആ സ്നേഹം നന്നായി പ്രകടിപ്പിക്കുകയും വേണം. നന്നായി പ്രകടിപ്പിക്കണം. ഈ മക്കളെ സ്നേഹിക്കാറില്ലേ എന്ന് വെച്ചാൽ ചില ഉമ്മമാര് പറയും, എന്റെ സ്നേഹം മനസ്സിന്റെ ഉള്ളിലാന്ന്. ചെമ്പിന്റെ അടി കൊണ്ടുവച്ചോ, മനസ്സിന്റെ ഉള്ളിലാ. സ്നേഹം എന്ന് പറഞ്ഞാൽ തന്നെ ഹുബ് എന്നല്ല അതിന്റെ അറബി. ഹാ ഉള്ളിൽ നിന്ന് ബാ പുറത്തേക്ക് വരണം എന്നല്ലേ, അല്ലേ? പുറത്തേക്ക് വരണം. ഫാത്തിമ ബീവിക്ക് ചുംബനം കൊടുക്കുന്ന വാപ്പയെ നമ്മൾ കണ്ടില്ലേ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ ചുമലിൽ കയറ്റി കളിക്കുന്ന ഉപ്പാപ്പയെ നമ്മൾ കണ്ടില്ലേ? സഫിയ ബീവി എന്ന ഭാര്യ ഒട്ടകം സ്പീഡ് പറഞ്ഞതിന്റെ പേരിൽ കരഞ്ഞപ്പോ കണ്ണീര് സ്വന്തം വിരല് കൊണ്ടും മേൽത്തട്ടം കൊണ്ടും തുടച്ചു കൊടുക്കുന്ന ഭർത്താവിനെ നമ്മൾ കണ്ടില്ലേ? ആ തങ്ങളെ മാസമല്ലേ റബീഉൽ അവ്വൽ. അപ്പോ നമ്മുടെ ജീവിതത്തിലും ആ സ്വഭാവമല്ലേ ഉണ്ടാവേണ്ടത്? വിശുദ്ധ ഖുർആൻ മക്കളെ വിളിക്കുന്ന ശൈലി പറയുന്നിടത്തൊക്കെ എങ്ങനെയാ പറയുന്നറിയോ? യാ ബുനയ്യാന, ഓ കുഞ്ഞുമോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖാദിമായ അനസ് റളിയല്ലാഹുവിനൊക്കെ എപ്പോഴും അങ്ങനെയാ വിളിക്കുക. ഐ ബുനയ്യ, ഓ കുഞ്ഞുമോനെ എന്നാ വിളിക്കുക. സ്നേഹമസൃണമായ വിളി. നമ്മളെ വീട്ടിൽ എങ്ങനെയാ മക്കളെ വിളിക്കല്? നമ്മളെ വീട്ടിൽ എങ്ങനെയാ വിളിക്കല്? രാവിലെ ഉറക്കത്തുനിന്ന് എണീക്കുമ്പല്ലോ, എണീക്കട പോത്തുറങ്ങുന്ന പോലെ ഉറങ്ങല്ല എന്നാ രാവിലെ തന്നെ അവൻ ആദ്യം കേൾക്കുന്ന തന്നെ ഞാൻ പോത്തുന്ന ആദ്യത്തെ കേൾവി. ഇതാണോ നമ്മളിൽ നിന്നും ഉണ്ടാവേണ്ടത്? അല്ലല്ലോ. നല്ല സ്നേഹം കൊടുക്കണം കുട്ടികൾക്ക്. സ്നേഹം കൊടുത്താൽ തിരിച്ചാ കുട്ടികളുടെ അടുത്തുനിന്ന് തിരിച്ചു കിട്ടും എന്നുള്ള കാര്യം ഷുവറാ. എന്തെങ്കിലുമൊക്കെ ആ മോന് കുരുത്തക്കേട് കാണിച്ചാൽ തന്നെ ഒരു 23-ാം വയസ്സിൽ സൗദിയിലേക്ക് പോയി 2-3 മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ ഉമ്മാനെ ഉംറക്കൊക്കെ അയക്കണത്, ഉമ്മാനെ ഉംറക്ക് കൂട്ടണത് ആ സ്നേഹം പണ്ട് കിട്ടിയതിന്റെ പ്രത്യുപകാര. നമ്മൾ നന്നായി കുട്ടികളെ സ്നേഹിക്കണം. കടുംപിടുത്താവരുത്. അവർക്കെതിരെ നമ്മൾ വേഗം ആക്ഷൻ എടുക്കുന്നവരല്ല ആവേണ്ടത്. മറിച്ച് സ്നേഹം കൊണ്ട് ആ കുട്ടികൾക്ക് നല്ല ജീവിതം സമ്മാനിക്കാൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശൈലി അങ്ങനെയായിരുന്നല്ലോ. 7 കുട്ടികൾ തങ്ങളുടെ മടിത്തട്ടിൽ മൂത്രമൊഴിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും സ്വന്തം മക്കളല്ല, വ്യത്യസ്ത കുട്ടികൾ. എന്നിട്ട് തങ്ങൾ എന്തേലും ചെയ്തോ കുട്ടികളെ? ഇത് ചിലപ്പോഴൊക്കെ നമ്മുടെ രാവിലെ തന്നെ വീടുകളിൽ ഫുൾ പോലീസ് സ്റ്റേഷൻ പ്രതീതിയിലായിരിക്കും. എണീക്കടോ, പല്ലേക്ക്, കുളിക്ക്, യൂണിഫോം ഇട്, സ്കൂൾ പോ. ഇതെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? കുട്ടികൾ സ്കൂളിൽ നിന്ന് തളർന്നു വരുമ്പോ എവിടുന്ന് വരുന്നത്? സ്കൂളിന്നോ? ഒന്ന് പോയി ചോറയിക്കുന്നു. ഇവനെന്താ രണ്ടാളെ കൊന്നിട്ടാറ്റാ വരുന്നത്? ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? മോനെ എവിടുന്നാ വരുന്നു? മോനെ 2 മോനെ. മോൻ എവിടുന്നാ വരുന്നു? മോനെ. മോൾ എവിടുന്നാ വരുന്നു? മോളെ. എന്ത് രസം ഉണ്ടാവും ആ ജീവിതം. ഇന്ന് നിങ്ങള് ക്ലാസ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയിട്ട് വീട്ടിലുള്ള മോനോട്, മോൻ എന്തൊക്കെയുണ്ട് മോനെ വിശേഷം, ജ്യൂസാറ്റം വേണം. അപ്പൊ ആ കുട്ടി ചോദിക്കൂ, ഉമ്മാന്റെ തലക്ക് തേങ്ങയാറ്റം വീണത്. ഇതെന്താ പുതിയൊരു സ്വഭാവം? കാരണം ഇതുവരെ ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. ഗൾഫിൽ നിന്ന് ബഹ്റൈൻ ഖത്തറിനാറ്റം വിളിക്കുന്ന ഒരു മോനോട് വലൈക്കും സലാം, എന്തുണ്ട് മോനെ വിശേഷം എന്നൊന്ന് ചോദിച്ചു നോക്കിയ മോനെ. ഓൻ ചോദിക്കും, ഇതെന്താ പൈസ ആക്കാനായിട്ടാണോ മോനെ എന്നെല്ലാം വിളിക്കുന്നുണ്ടല്ലോ. ഓനിക്ക് അറിയാം ഇതെന്തോ തട്ടിപ്പറ്റുണ്ട്. കാരണം ആ വിളി കിട്ടുന്നില്ല. ചിലപ്പോ കൂടിപ്പോയാൽ നമ്മൾ സ്നേഹിക്കും, പേരക്കുട്ടികളെ സ്നേഹിക്കും, സ്വന്തം മക്കളെ സ്നേഹിക്കൂല. മകളുടെ മകൾ, മകന്റെ മകൻ, അങ്ങനെ
ചെറിയ ചോട്ട എന്നെ ഉമ്മാമ്മ വിളിക്കും, വാമോനെ. അതിന്റെ അടുത്ത് സ്വന്തം മോള് വരുന്നുണ്ടാവും. അഥവാ ഈ വാമോനെ എന്ന് വിളിക്കപ്പെടുന്ന ആ കുട്ടീന്റെ ഉമ്മ, നമ്മളെ മോള്, വാമോനെ. അതിന്റെ അടുത്ത് ഈ മോള് വരുമ്പോ അപ്പോൾ ശൈത്താൻ, വാമോനെ. എങ്ങനെയുണ്ട് സ്നേഹം? ഏതാ സ്നേഹം? ഇതാണോ നമുക്ക് വേണ്ടത്? ഫാത്തിമ ബീവിന് എത്ര സ്നേഹം കിട്ടി ആരാ ലോകത്തുള്ളത്? ആ കൊച്ചു വീട്ടിൽ നിന്ന് പഠിക്കണം കുടുംബജീവിതം. ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ നല്ല സ്നേഹസമ്പന്നമായ ജീവിതം ഉണ്ടെങ്കിൽ മക്കളും നന്നായി കിട്ടുള്ളൂ. അഡോൾഫ് ഹിറ്റ്ലർ ഇത്ര ക്രൂരനായത് ആ വീട്ടിലെ സാഹചര്യം കൊണ്ടാന്നല്ലേ ആത്മകഥ പറയണത്, അല്ലേ? ഇത് കല്യാണം കഴിച്ചപാട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരിക്കും ഭാര്യ ഭർത്താക്കന്മാരല്ലോ. ബസ്സിലെല്ലാം ഒന്നിച്ച് പോകുമ്പോ, ടിക്കറ്റെല്ലാം എടുത്ത് പോകുമ്പോ, കണ്ടക്ടർ പോയതിനു ശേഷം ഭർത്താവ് നല്ല തല ചരിച്ചിട്ട് ഭാര്യന്റെ അടുത്ത് പോയി ചോദിക്കൂ, ശരിക്കും നമ്മ 2 ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ, നമ്മ ഒന്നല്ലേന്ന്. ഒരു 2 മക്കളെല്ലാം ആയാല് പിന്നെ ഭാര്യനോട് പറഞ്ഞ് നീ മുമ്പിലത്തെ സീറ്റിലിരുന്നോ, ഞാൻ ഇരുന്നോളാം. തീർന്നു, സ്നേഹം പോയി. ഒരു 5 എണ്ണെല്ലാം പറഞ്ഞ് ആദ്യത്തെ ബസ്സിൽ പോയിക്കോ, ഞാൻ പിന്നെ എത്തിക്കോളാം. ഒന്നിച്ച് ഹോസ്പിറ്റലിലൊന്നും പല ആളും പോലെ നീ ഉപ്പാന്റെ കൂടെ പോട്ട് ഞാൻ എത്തിക്കോളാന്നാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രകളിൽ നിർക്കിടല ഏത് ഭാര്യനെ കൂട്ടണ്ടെന്ന് വെച്ചിട്ട്. സ്നേഹം കണ്ട, സ്നേഹം കണ്ടോ? അവിടുന്നല്ലേ മക്കള് പഠിക്കുക. ഈ ഫാത്തിമ ബീവിക്ക് ഇത്ര സ്നേഹം എവിടുന്നാ കിട്ടിയത്? ആ ജീവിതം എങ്ങനെ ഇത്ര സൂപ്പറായത്? ഉമ്മ ഖദീജ ഉമ്മയല്ലേ, സ്നേഹത്തിന്റെ കടലല്ലേ. എങ്ങനെയാ അങ്ങനെ ആവാതിരിക്കുക? നമ്മളെ വീട്ടിൽ നല്ല സ്നേഹമസൃണമായ പെരുമാറ്റമായിരിക്കണം. ആണുങ്ങന്മാരുടെ പുരുഷന്മാരുടെ സ്നേഹം കിട്ടാന് ഭാര്യമാരെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്, ആണുങ്ങന്മാര് ഭർത്താക്കന്മാര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോഴും വരുമ്പോഴും ഒന്ന് ആ വാതിലിന്റെ അടുത്തൊക്കെ നിൽക്കണം. ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ചാടി ഇറങ്ങി പോകണം എന്നർത്ഥം. ഇപ്പൊ ഒരു ഭർത്താവ്, നമ്മുടെ ഈ നാട്ടിലുള്ള ഒരാള് രാവിലെ ജോലിക്ക് ഷോപ്പിൽ പോവാണ്, സുബീസ്കാരം കഴിഞ്ഞ് നാസ്ത കഴിഞ്ഞിട്ടൊക്കെ. അപ്പൊ ഭാര്യ ആ ഡോറിന്റെ അടുത്ത് നിന്നിട്ട് മൂപ്പര് കാറ് കയറുന്നെല്ലാം നോക്കി, വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി വബറകാതുഹു, എടുത്ത് ചാവി എടുത്തിന്, മൊബൈല് 3 എടുത്തിട്ടില്ലേ, 2 വലുതൊരു ചെറുത്, എടുത്തിന്. ഓക്കെ ഓക്കെ, വലൈക്കും അസ്സലാം. എന്ത് ആ ഭർത്താവ് 8-8 ആകുമ്പോ ഇങ്ങോട്ടേക്ക് വരൂ, കാരണം സൈനബ കാത്തിക്കുന്നുണ്ടെന്ന് അവർക്ക് അറിയാം. ഇത് ചില ഭർത്താക്കന്മാർ 12:30 ആയിട്ടും എന്താ വരാത്ത, ആ പണ്ടാരത്തിന്റെ അടുത്തേക്കല്ലേ പോണ്ടേ. കാരണം അത് എങ്ങനെയായിരിക്കും യാത്ര അയച്ചിട്ടുണ്ടാവുമെന്ന് അറിയാം. കട്ടിന്റെ മേലെ കടന്നിട്ട് നിങ്ങൾ പോയെന്ന് ആ വാതില് അടക്കണേ, ഗേറ്റ് പൂട്ടണേ, ഗ്രിൽസ് ചാരണേ. ഇതെന്താണ്, ഇയാളെ STUന്റെ പണിക്കാരനാ? ഇങ്ങനെയല്ലേ ചില ആള് യാത്ര അയക്കല്. ഇബ്രാജറങ്ങൾ സവാജറിൽ പറയുന്നുണ്ട്, ഭാര്യ പാലിക്കേണ്ട മര്യാദകൾ എണ്ണി പറയുന്നിടത്ത് കാണാം, ഭർത്താവ് വരുമ്പോഴും പോകുമ്പോഴും ഭർത്താവിനെ ബഹുമാനിച്ചിട്ട് എണീറ്റിക്കണം എന്ന്. അങ്ങനെയാ വേണ്ടത്. ഇത് കണ്ടു പഠിക്കണം മക്കള്, പെൺകുട്ടികൾ പ്രത്യേകിച്ചും. എന്നാലേ ഭർത്താക്കന്മാരെ വില ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ പ്രശ്ന. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹബ്ബബ്തും. നിങ്ങൾ പരസ്പരം സലാം പറയൂ, എന്ന സ്നേഹം വർദ്ധിക്കും. പരസ്പരം സലാം പറയൂ, സ്നേഹം വർദ്ധിക്കും. ലോകത്ത് പരസ്പരം പോരാടി അവരെ ഒന്നാക്കി മാറ്റിയ ഒരു ജനതയെ മുന്നിൽ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണത്, നിങ്ങൾ പരസ്പരം സലാം പറയൂ, നന്നാകും, സ്നേഹം വർദ്ധിക്കും. നിങ്ങൾ അങ്ങനെ ശീലിച്ചു നോക്കിയേ, നിങ്ങൾ അങ്ങനെ ശീലിച്ചു നോക്കൂ, അത്ഭുതങ്ങളായിരിക്കും ഉണ്ടാവുക. നിങ്ങൾ എന്നെ ചിലപ്പോ സംഘാടകരെ വിളിച്ചു പറയും, അന്നത്തെ ആ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് എന്താണെന്നറിയില്ല, എന്തോ കല്യാണം കഴിച്ച പാടുള്ള പോലെ ഉണ്ട്. നിങ്ങൾക്ക് എന്നെ തോന്നുന്നത് ഇതിങ്ങനെ. അതിന് ഭർത്താവ് വരുമ്പോ ഭർത്താവ് വരുന്നതും എന്താക്കണം, നേരത്തെ ഭർത്താക്കന്മാരെ അറിയിക്കണം. അത് സുന്നത്താ, മിസ്സടിക്കല്. കിതാബിൽ നേരെ മിസ്സടിക്കൽ സുന്നത്താന്നൊന്നും ഉണ്ടാവില്ലേ? യുസന്നു സുന്നത്താണ് ലിസൗജി, ഭർത്താവിനെ അയ്യളിബൽ മിസ്സ, മിസ്സടിക്കൽ അങ്ങനെയൊന്നും കിതാബിലില്ല. അറിയിക്കണത്. നേരെ പോകരുത്. പള്ളി പോയിട്ടൊരു സുന്നത്തസ്കാരെല്ലാം കഴിയുന്നത് എന്തിനാ? ഭാര്യ ഒരുങ്ങാൻ വേണ്ടിട്ടാ. അല്ലാണ്ട് യൂട്യൂബ് ലൈവ് ഇട്ടിട്ട് സർപ്രൈസ് മറ്റു പോയല്ല വേണ്ടത്. ആധുനികത ചെയ്തല്ല പൊട്ടത്തരങ്ങളാ. സർപ്രൈസ്. 。
അപ്പൊ എന്ത് വേണം? നല്ല സ്നേഹം ഉണ്ടാവണം വീട്ടില്. കുട്ടികളോടും അങ്ങനെ തന്നെ. കുട്ടികളെ വിളിക്കുമ്പോ സ്നേഹമസൃണമായ വിളിയിലേ നമ്മളെ അഭിസംബോധന നടത്താൻ പറ്റൂ. എല്ലായിടത്തും ഇത് നമ്മളെ വീട്ടിൽ ശീലിച്ചു നോക്കണം. ഭർത്താക്കന്മാരെ സ്നേഹം കിട്ടാൻ പെണ്ണുങ്ങന്മാർ ഒരു കാര്യം കൂടി ചെയ്യണം. എന്താന്നറിയോ? ഭർത്താവിന്റെ ഡ്രസ്സ് ശരിക്കും എടുത്തു വെച്ചാൽ മതി. കറക്റ്റ് ഡ്രസ്സ് എടുത്ത് മൂപ്പര് അലമാറ തുറന്ന് ബാത്റൂമിൽ നിന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരുമ്പോ 4 ജോഡി ഡ്രസ്സ് ഇങ്ങനെ അലക്കി ഇട്ടിട്ടുണ്ട്, ഇസ്തിരി ഇട്ടിട്ടുണ്ട്. കറുത്ത പെയിന്റ്, വെള്ളക്കുപ്പായം, റോസ്, അങ്ങനെ കറക്റ്റ് മൂപ്പരായ ഏങ്കർ എടുത്തിട്ട് കൊളുത്ത് ഇങ്ങനെ ഷർട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുള്ള റാഹത്ത്. വടകര ടൗണിൽ എത്തുമ്പോ തന്നെ നാദാപുരത്ത് എത്തുമ്പോ എന്റെ സുഹൃത്ത് വെച്ച് നല്ല മാച്ച് ഉണ്ടല്ലടാ. അപ്പൊ ഇവര് മനസ്സിൽ പറയൂ, പെണ്ണ് കെട്ടുമ്പോ നോക്കി കെട്ടണോടാ. എവിടെ എത്തിയാലും നമ്മളെന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇത് ചില വീട്ടിലുള്ള ഡ്രസ്സ് ഇടുന്ന ആ അലമാറിന്റെ ഡോർ തുറന്നാലുണ്ടല്ല, അലക്കിയതും അലക്കാത്തതും മേലേന്ന് അടിയുന്ന എല്ലാം വീഴും. മൂപ്പറന്നെ പറയും ഞാൻ ഡ്രസ്സ് മാറ്റുന്നില്ല. പോടുന്നു. ഇങ്ങനെയല്ല നമ്മളെ വീട്ടിൽ ഉണ്ടാവേണ്ടത്. വീട് ഒരു ഓർഡർ ആക്കണം. അതിനാ പെണ്ണുങ്ങന്മാർക്ക് വീടിന്റെ ഉത്തരവാദിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നേക്കണത്. അല്ലാണ്ട് നിങ്ങൾ കറങ്ങാനല്ല. നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ വളരെ കൃത്യമായി പരിപാലിക്കണം. വീടിന്റെ മുറ്റം, വീടിന്റെ ചുറ്റുപാട്, കുട്ടികളുടെ പുസ്തകങ്ങൾ, അതെല്ലാം വളരെ കൃത്യമായിട്ട് എടുത്തു നോക്കണം. ഇപ്പൊ സ്കൂള് തുറക്കുമ്പോ 4ാം ക്ലാസ്സിലുള്ള ഒരു നമ്മളെ മോന്റെ EVS ബുക്ക് അല്ലെങ്കിൽ GK ബുക്ക്, ഇംഗ്ലീഷിന്റെ പുസ്തകം കാണാനില്ല. എന്താ സംഭവം? ഓന്റെ ഒരു അനുജനുണ്ട്, ഡോക്ടർ അബ്ദുള്ള കുട്ടി. ഡോക്ടർ അബ്ദുള്ള കുട്ടിയാ 4ാം വയസ്സിലാ. ആഫ്രിക്കൻ അത്ഭുത ബാലന അല്ല. ഓനക്കൊരു ബുക്ക് കിട്ടിയാ ഉടനെ ഓപ്പറേഷൻ ചെയ്യൂ, അത്ര തന്നെ. അഭിനവൻ ഡോക്ടർ അല്ലാണ്ട് ആരാണ്? അതെന്തുകൊണ്ടാ സംഭവിച്ചത്? ആ മൂത്തോനിക്ക് ബുക്ക് എവിടെ വെക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ശൈലി നമ്മളെ വീട്ടിലില്ല. തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ആ തേങ്ങ കൊടുക്കുന്ന സാധനത്തിന് ഇവിടെ എന്താ പറയല്? കത്തിയാളോ? എന്താ പറയാ? എന്തെന്ന്? കൊടുവാൾ. പേടിയാവുന്നല്ല. കൊടുവാൾ. കൊടുവാൾ. തൊട്ടപ്പുറത്തെ വീട്ടിൽ നമ്മളെ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു കൊടുവാളുണ്ടോ? എന്താ? അത് 2-3 തേങ്ങ കൊടുക്കാൻ നമ്മളത് പൊട്ടിപ്പോയിട്ടുള്ള അതിന്റെ പിടി ഇളകിയിട്ടുള്ള എന്ന്. അപ്പൊ ഇത് മൂത്ത മോള് ഉമ്മാനോട് പോയി ചോദിക്കണ്ടാവും. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആ ചെറിയ മോള് വന്നിട്ടുണ്ട്, കൊടുവ നീയല്ല വെച്ച്. ഞാനാ മിന്നാന്നുമ്മ ഞാൻ വെച്ചു പോരിന്റെ കുഴപ്പമായിരിക്കും. അപ്പൊ ഇത് പുറത്തുനിന്ന് ആ കുട്ടി കേട്ടിട്ട് പറയും നമ്മ തേങ്ങ മതിലിനായിട്ടെറിഞ്ഞ് പൊട്ടിച്ചോളാം. വെറുതെ ഇതിന്റെ പേരിലൊരു കലാപാക്കണ്ട. ഇതാ നമ്മളെ വീട്ടിലൊരു സിസ്റ്റം. ഒരു ആധാർ കാർഡ് ചോദിച്ചിട്ട് പഞ്ചായത്തിൽ നിന്ന് ആരെങ്കിലും വന്നാ നമ്മളെ വീട്ടിൽ തുടങ്ങും കുഴപ്പം. ആ വീട് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. ആ വീട്ടിന്റെ മുറ്റത്ത് അയച്ചിട്ടിരിക്കുന്ന ചെരുപ്പില്ലേ, ഒരു ചെരുപ്പ് ഗേറ്റിന്റെ അടി, മറ്റേത് ഗ്രിൽസിന്റെ അടി അങ്ങ് പോയി. ആ വീടിന്റെ കഥ. ഉസ്താമാരെല്ലാം മൗലിദ് എല്ലാം വേണ്ടിയിട്ടാറ്റും വീട്ടിലേക്ക് വരുമ്പോ തന്നെ എല്ലാവർക്കും പ്രശ്നമായിരിക്കും. എന്താ? അല്ല ഉസ്താദ് വരുന്നുണ്ട്, എന്റെ ആ പാവാടി മാക്സ് ഇതല്ലോ ഇലാ ഹലർത്തി കട്ടിന്റെ അടിയിലേക്ക് എറിഞ്ഞോളി. ഇതാ നമ്മളെ വീട്ടിന്റെ ഒരു സ്റ്റൈല്. അപ്പേ നമ്മളെ വീട് നല്ല വൃത്തിയാക്കണം. എന്നിട്ട് മതി മക്കളെ നന്നാക്കുന്ന ചർച്ചയല്ല. നളീഫു മസ്തത്താത്തു, കഴിവിന്റെ പരമാവധി. ബുനിയൽ ഇസ്ലാമു അല നളാഫ, വൃത്തിയാണ് ഇസ്ലാമിന്റെ ഘടകം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഭൃത്യന്മാരോട് പറയത്രേ, വീട് ശരിക്ക് വൃത്തിയാക്കണം, മലക്കൾ വരാനുള്ളതാണ് എന്ന്. അപ്പൊ നമ്മുടെ വീട്ടിൽ നല്ല സ്നേഹം ഉണ്ടെങ്കിൽ ആ വീട്ടിൽ വളരുന്ന മക്കള് നല്ല മക്കളായിട്ട് വളരും. അത് ഏറ്റവും പ്രധാനം. ഇതാണ് രണ്ടാമത്തത്. നല്ല സ്നേഹം കൊടുക്കണം കുട്ടികൾ. മൂന്നാമത്തത് അൽ വലതു അലാ സിർരി വാലിദൈഹി എന്നല്ലേ. മാതാപിതാക്കളുടെ ജീവിതം പോലെ ഇരിക്കും മക്കള്. മാതാപിതാക്കൾ നന്നായിട്ട് ഇബാദത്ത് എടുക്കുന്നവരാവണം, നല്ല ആബിദാവണം ഉമ്മി ഉപ്പിയൊക്കെ. എങ്കിൽ മക്കള് നന്നാവാൻ വേറെ ഇനി കോഴ്സൊന്നും വേണ്ടി വരില്ല. കാരണം ഇവരെ നേരിട്ട് കണ്ടിട്ടല്ലേ ഈ മക്കള് പഠിക്കണത്. എപ്പോഴും സുബഹിക്ക് ശേഷം സൂര്യൻ ഉദിക്കണതിന് മുമ്പ് ഉറങ്ങണ ഉമ്മാനെ കണ്ട കുട്ടി എങ്ങനെയാ നേരത്തെ ഉണരുക? എപ്പോഴും ഫോണിൽ കളിക്കുന്ന ഉമ്മ, എപ്പോഴും യൂട്യൂബിൽ നിരങ്ങി അമരുന്ന ഉമ്മ, ആ ഉമ്മാനെ കണ്ട കുട്ടീനോട് നീ യൂട്യൂബിൽ കളിക്കണ്ടടാ, നീ പോയിട്ട് പഠിക്കുന്ന പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. എല്ലാം ഓൺലൈനിൽ കിട്ടേണ്ടതല്ല ഉമ്മമാരെ. ചിലത് ജീവിതത്തിൽ നേരെ പ്രാക്ടിക്കൽ കിട്ടേണ്ടതാ. എല്ലാം ഓൺലൈനിൽ കിട്ടോ കോഴ്സ്?
നമുക്ക് ചിലപ്പോ MBBS എല്ലാം കിട്ടുമെന്ന് വിചാരിക്കാം. എല്ലാം കിട്ടോ? നീന്തൽ ഓൺലൈനിൽ കിട്ടോ? ഓൺലൈനിൽ ഓണാക്കി വെച്ചിട്ട് ആദ്യം കുളത്തിൽ കാല് കുത്തുക. കുത്തിയതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ചിലത് പ്രാക്ടിക്കൽ കിട്ടേണ്ടതാ. അതിന് ഉപ്പി ഉമ്മയും സുബിക്ക് നേരത്തെ ഉണരണം. 4 മണിക്ക് ഉണരുന്ന ഉമ്മയുപ്പിയും അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മയുപ്പിയും. ആ കുട്ടികൾ നന്നാവാൻ ഇനി വേറെ എന്താ വേണ്ടത്? ആ വീടെന്നെ പോരെ. അബൂ യസീദുൽ ബിസ്താമി തങ്ങളുടെ ചരിത്രം എടുത്തു നോക്കൂ. സുഫിയാൻ സൗരി റളിയല്ലാഹുവിന്റെ ചരിത്രം എടുത്തു നോക്കൂ. അവിടെ ഉമ്മമാർ, വീട്ടുകാർ അത്രയും ആധ്യാത്മിക ജീവിതം നയിച്ചപ്പോ ഈ മഹാന്മാർക്ക് അള്ളാഹു കൊടുത്ത നല്ല ജീവിതമായിരുന്നു. നിങ്ങൾ നോക്ക്, ഫറൂഖ് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. വഫയാത്തുൽ അഹ്യാൻ എന്ന ഈ ചരിത്രം പറയുന്നത്. ഫറൂഖിന്റെ ഭാര്യ ഗർഭിണിയായ ഭാര്യക്ക് 30,000 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, പ്രസവിച്ചാൽ കുട്ടിനെ നന്നായിട്ട് പഠിപ്പിക്കണം, ഞാനിനി പെട്ടെന്ന് വന്നോളുന്നില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പര് യാത്ര പോയി. കച്ചവട ആവശ്യാർത്ഥവും മറ്റു സമര പോരാട്ടങ്ങൾക്കൊക്കെ വേണ്ടി പോയി. ഫറൂഖ് എന്നവർ പോയി. എത്ര കൊല്ലം കഴിഞ്ഞാ തിരിച്ചു വരുന്നറിയാം? 27 കൊല്ലം കഴിഞ്ഞാ തിരിച്ചു വന്നേ. 27 കൊല്ലം കഴിഞ്ഞിട്ടാ ഫറൂഖ് തിരിച്ചു വന്നേക്കുന്നത്. എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ചു തന്റെ ആ പഴയ വീട്. കുതിരപ്പുറത്ത് കയറി നല്ല പ്രായമൊക്കെ ആയി ഫറൂഖ്. ഡോറിന് കുന്തം കൊണ്ട് ഒറ്റ കുത്ത്. അപ്പൊ ഡോർ ഓപ്പണായ പാടെ ഒരു ചെറുപ്പക്കാരൻ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട്, നിങ്ങളാരാണോ? ഇയാരാണോ? ഞാനാരാണോ? എന്റെ വീട്ടിൽ കയറിയിട്ടാ? നിന്റെ വീടാ? ഇതെന്റെ വീടാ. ഭയങ്കര കുഴപ്പമായി. അന്തരീക്ഷം കലുഷിതമായി. നാട്ടുകാർ ഇടപെടാൻ തുടങ്ങി. പരസ്പരം പല മസ്ലഹത്തിന്റെ വർത്തമാനം പറഞ്ഞു. ഒരു രക്ഷയില്ല. ഭയങ്കര കുഴപ്പം. അപ്പൊ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നാട്ടുകാരെ നിങ്ങൾ പിരിഞ്ഞോളി, ഈ വന്നയാൾ എന്റെ ഭർത്താവ് ഫറൂഖ. അവര് പോകുമ്പോ ഞാൻ ഗർഭിണിയാ. 27 കൊല്ലം മുമ്പുള്ള സംഭവം. ഞാൻ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞ് പ്രസവിച്ചു. അങ്ങനെ പ്രസവിച്ചിട്ടുണ്ടായ കുട്ടിയായത്. ഇപ്പൊ 26 വയസ്സ്. അവര് ഉപ്പിമോനുമാ. പരസ്പരം തിരിച്ചറിയാത്തോണ്ടാ. നിങ്ങൾ ഇടപെടേണ്ട കേസല്ല. പോയിക്കോളി. പരസ്പരം കെട്ടിപ്പിടിച്ച് പൊരുത്തപ്പെടിച്ച് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി. മോന് മോന്റെ വൈക്കും ഉപ്പ ഉള്ളിലേക്കും. ഫറൂഖ് കയറിയപാട് ഭാര്യനോട് വെച്ച് ആ 30,000 എല്ലാം മനുഷ്യൻ കയറിയപാടനെ 30,000. അതെല്ലാം വെക്കേണ്ട അടുത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് മദീനത്തെ പള്ളി പോയിട്ട് ഒന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പോരിയിരുന്നു. ഫ്രഷായി മദീനത്തെ പള്ളി പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോണ്ട് 1000കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടിയ മജ്ലിസ്. 1000കണക്കിന് ആള് ഒരുമിച്ച് കൂടിയ മജ്ലിസ്. വലിയ മജ്ലിസ്. അതിൽ ശിഷ്യന്മാരിൽ ആരെല്ലുണ്ട്? ഷാഫി ഇമാമിന്റെ ഉസ്താദായ മാലിക് ഇമാം റഹിമഹുല്ല അവരടക്കം ശിഷ്യനാ. സുബ്ഹാനല്ലാഹ്, മാലിക് ഇമാമിനൊക്കെ പഠിപ്പിക്കണമെങ്കിൽ ചെറിയ ഇൽമ പോരല്ല. ആരാണിത് റബ്ബേ എന്ന് പറഞ്ഞിട്ട് ഉസ്താദിനെ അന്വേഷിക്കാൻ വേണ്ടി ഒന്ന് എത്തി നോക്കിയപ്പോ എന്റെ ഭാര്യ നേരത്തെ പറഞ്ഞ നിങ്ങളെ മോനെന്ന് പരിചയപ്പെടുത്തി എന്റെ പൊന്നു മോനാണ് അവിടെ ദർസ് നടത്തുന്നത്. കണ്ണില് വെള്ളം നിറഞ്ഞു പോയി. തദ്കിറയിൽ ഉമറുൽ ബുൽഖീനി തങ്ങൾ പറയുന്നുണ്ട് ഈ ചരിത്രം. നേരെ വീട്ടിലേക്ക് ഓടി ഭാര്യയോട് സന്തോഷം പറഞ്ഞപ്പോ ഭാര്യ ചോദിച്ച്, നിങ്ങൾ അന്ന് 27 കൊല്ലം മുമ്പ് എന്നെ ഏൽപ്പിച്ച 30,000 ദിർഹം വെക്കേണ്ടടുത്താണോ വെച്ചത്, അല്ല വേസ്റ്റ് ആക്കിയോ? ഈ വെക്കേണ്ടടുത്ത് വെച്ചു. ബിഗ് ലൈക്ക്. ആ ഉമ്മയിൽ നിന്ന് നമ്മൾ ജീവിതം പഠിക്കണം. 26 കൊല്ലം ഒറ്റക്ക് ഒരു ഉമ്മോനെ ആലിമാക്കുന്നിടത്ത്, മുജ്തഹിദുകളുടെ ഉസ്താദാക്കുന്നിടത്തേക്ക് എത്തിച്ചു ആ ഉമ്മയുടെ അധ്വാനം. വർഷങ്ങൾ കഴിഞ്ഞിട്ട് മകൻ തിരിച്ചു വന്നു. ചരിത്രം വേറെയാ. ആരാ പുറത്ത്? സുഫിയാൻ. വിച്ച് സുഫിയാൻ? ഏത് സുഫിയാൻ? ഇബ്നുക്കി സുഫിയാൻ. നിങ്ങളെ മോന് സുഫിയാൻ. അയ്യടെ മോനെ, ദുനിയാവെന്ന് കാണാനല്ലല്ലോ നമ്മള് ദർസിലേക്ക് പറഞ്ഞയച്ചത്, സ്വർഗത്തിൽ നിന്ന് കാണാനല്ലേ. പോയിക്കോളി, ഡോറ് തുറക്കണില്ല. ആര്? സുഫിയാൻ സൗരി റളിയല്ലാഹുവിന്റെ ഉമ്മ. എങ്ങനെയാ സുഫിയാൻ സൗരി തങ്ങള് ഉമ്മ ആ സുഫിയാൻ തങ്ങളെ വളർത്തിയെന്നറിയോ?
തിന്നാനും കുടിക്കാനും ഇല്ലായിട്ട് ഈ ഉമ്മ വസ്ത്രം തുന്നിയിട്ട് ജോലി ചെയ്തിട്ട് പറഞ്ഞു, മോനിക്ക് പഠിക്കേണ്ട പണം ഉമ്മ ഉണ്ടാക്കി തരും, മോൻ പഠിച്ചാ മതി. മുജ്തഹിദായില്ലേ, ഗവേഷണപ്പെടുവായില്ലേ. ഇതെന്താ മോനെ പറഞ്ഞേക്കാത്തത് പഠിക്കാൻ? തക്കാളി വാങ്ങിത്തരാൻ ആളില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സ്വർഗം വാങ്ങാൻ ഒരാളെ കിട്ടണം നമുക്ക്. ഒരു മുത്തഅല്ലിമായ മോൻ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണം. അതിന് ഏറ്റവും പ്രധാനം മൂന്നാമത്തെ കാര്യം, നമ്മുടെ വീട്ടിലുള്ള അന്തരീക്ഷം വളരെ കൃത്യമായിരിക്കണം. എപ്പോഴും ഖുർആൻ ഓതുന്ന ഉമ്മയെ ഉപ്പയെ കാണുന്ന കുട്ടി, പേരക്കുട്ടി നന്നാവാൻ വേറെ പണിയൊന്നും എടുക്കണ്ട. ഇന്നല്ലാഹ ലാ യഹ്ഫളു ബിർറജുലി സ്വാലിഹി വലദഹു വ വലദ വലദിഹി എന്നല്ലേ മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. നമ്മൾ നന്നായി നമ്മളെ മക്കളൊക്കെ നന്നാവും. മൂസ നബി അലൈഹിസ്സലാമും ഖളിർ അലൈഹിസ്സലാമും ഒരു നാട്ടിലൂടെ പോകുമ്പോ ഫുഡ് ചോദിച്ച് കൊടുത്തിട്ടില്ല. ആ നാട്ടിൽ പൊളിഞ്ഞു വീഴാറായ ഒരു മതില് ഖളിർ അലൈഹിസ്സലാം തൊട്ട് ശരിയാക്കുമ്പോ മൂസാ നബി ചോദിച്ച്, നിങ്ങളെന്തിനാ ഈ പണിക്ക് വെക്കണത്? ഈ നാട്ടുകാരെ നമുക്കൊരു ഉപകാരം ചെയ്ത കുറച്ച് ഫുഡ് വെച്ചിട്ട് തന്ന, ഇതെന്തിനാ മതില് ശരിയാക്കണത്? ഇത് പാവ യത്തീ മക്കളുടെ മതില, അതാണ് ഞാൻ ശരിയാക്കണത്. കാരണം എന്താ പറഞ്ഞതറിയാ? വകാന അബൂഹുമാ സ്വാലിഹ, അവരുടെ ഉപ്പാപ്പിയും ഉമ്മാമിയും സ്വാലിഹീങ്ങളാണ്. ചില റിപ്പോർട്ടിൽ മൂന്നാമത്തെ ഉപ്പാപ്പിയും ഉമ്മാമയും, ചില മുഫസ്സിരീങ്ങൾ ഏഴാമത്തെ ഉപ്പാപ്പിയും ഉമ്മാമയും. കണ്ടോ, റാസി ഇമാമിന് ഗംഭീര തഫ്സീർ ഉണ്ട് അവിടെ. ഉപ്പി ഉമ്മയും നന്നായാൽ മക്കൾ സ്വാലിഹീങ്ങളാവുന്നുള്ളതിന് ഈ ആയത്ത് തെളിവാണ്. തിരിച്ചു അങ്ങനെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോ നെയ്ച്ചോറിന്റെ ബിരിയാണിയുടെ സാദാ ചോറിന്റെ വറ്റ്, നമ്മളെ നാട്ടിൽ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ വറ്റ്, അതിന്റെ ചോറ് ബാക്കി കോഴിയുടെ എല്ലിന്റെ മേല് അല്ലെങ്കിൽ ബീഫിന്റെ എല്ലിന്റെ മേലെ അത് അവിടെ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, നെവർ മെയിൻറ്റെയിൻ ചെയ്തു. നമുക്ക് ജനിക്കുന്ന മക്കൾക്ക് അംഗവൈകല്യം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാ മഹാന്മാര് രേഖപ്പെടുത്തിയത്, നിരീക്ഷിച്ചത്. നമ്മുടെ നന്മ കുട്ടികളുടെ ജീവിതം നന്നാക്കും. അതുകൊണ്ടല്ലേ ഖസ്തല്ലാനി ഇമാമു മസാലിക്കുൽ ഹുനഫയിൽ പറഞ്ഞത്, നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കുമ്പോ മക്കൾ നന്നാവും എന്ന് മാത്രമല്ല, മക്കളും കൂടി നന്നാവും, പേരക്കുട്ടികളടക്കം നന്നാവും. നമ്മുടെ ജീവിതം നല്ല ജീവിതമാക്കി എടുക്കണം. നമ്മുടെ ഒറ്റക്കുള്ള ജീവിതം കൊണ്ടൊന്നും നമുക്ക് സ്വർഗം കിട്ടൂല. ആരെങ്കിലൊക്കെ കൂടെ സഹായിക്കണം. അതിനാ നമ്മളെ മക്കള്. നല്ല മക്കളെ കിട്ടി അത് മതി സ്വർഗത്തൊക്കെ പോകാൻ. അത് ഏറ്റവും പ്രധാന അജണ്ടയായിട്ട് നമുക്ക് ഉണ്ടാവണം. അതാ മൂന്നാമത്തത്. നാലാമത്തത്, നാഫിയായ ഇൽമു കൊടുക്കണം കുട്ടികൾക്ക്. നല്ല പഠിപ്പിക്കണം, ദീനി വിജ്ഞാനം ഉണ്ടാവണം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ട് ആ മോനെ വളർത്തിയത്. എഴുതി വെക്കാൻ പേപ്പർ അന്നത്തെ സംവിധാനം ഇല്ലാത്തതിന്റെ പേരില് കശാപ്പ് ശാലയിൽ പോയിട്ട് അറുത്ത മൃഗങ്ങളുടെ എല്ലെടുത്തിട്ട് വന്നിട്ട് ആ എല്ലിന്റെ മേലെ എഴുതി വെച്ച് എല്ല് മാത്രം ഒരു റൂം നിറച്ചുണ്ടായി. എത്ര കഷ്ടപ്പെട്ടിട്ടാ ആ മോനും ആ ഉമ്മയൊക്കെ ഈ ലോകത്തിന് വലിയ സംഭാവനകൾ നൽകിയത്. ഇതല്ലേ നമ്മൾ പഠിക്കേണ്ടത്? നമുക്ക് എല്ലാ സംവിധാനവും ഉണ്ട്. നമുക്ക് CA CMA ബിഫാമും BDS മാത്രമേ അറിയുള്ളൂ. അതൊരു പ്രശ്ന. അമേരിക്കയുടെ ആദ്യാക്ഷരമായ A പഠിക്കണതിന് മുമ്പ് അള്ളാഹുവിന്റെ ആദ്യാക്ഷരമായ അലിഫ് പഠിക്കണം നമ്മളെ മക്കള്. ഇല്ലെങ്കിൽ പ്രശ്നവും. 6ാം ക്ലാസ്സിലെത്തിയ ഫാത്തിമ പിന്നെ മദ്രസക്ക് പോണില്ല. എന്റെ ആചാര്യന്റെ നിങ്ങളെ മക്കളെ അയക്കാത്തത്? സദർ ഉസ്താദ് ചോദിച്ചപ്പോ പറയാ, ഓള് വലുതായില്ലേ. എന്തെന്ന് വലുതായി? അപ്പൊ ഹൈസ്കൂളില് +2-ന് ഡിഗ്രിക്ക് PGക്ക് നെറ്റിന്റെ എക്സാമിന് അതുണ്ടല്ലോ ഉസ്താദെ, മദ്രസയിലേക്ക് വരാൻ വേണ്ടിട്ട് പർദ്ദ വലുത്, യൂണിഫോം ഇടുമ്പോ ചെറുത്. എന്നൊക്കെ പേര് മാറ്റിക്കോ, മാജിക് ഫാത്തിമ എന്ന് പേരിട്ടോ, പേര് മാറ്റിക്കോ. ഇതാരോടാ ഈ ഉഡായിപ്പ്? നമ്മളാഹ്റം നന്നാവാനല്ലേ ഈ വർത്താനം പറയണത്? അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നടക്കണ മർക്കസിന്റെ സ്ഥാപനങ്ങൾ, ഇപ്പൊ നമ്മൾ ഉസ്താദ്മാർക്ക് ഇതിനെ കൊണ്ട് എന്താ കിട്ടുക? എവിടെയോ ഉള്ള മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനല്ലേ ഉസ്താദ്മാര് വെയിലും കൊണ്ട് പിരിവ് നടത്താൻ പോണത് അല്ലേ? എന്തിന്? ഈ ഉമ്മത്തൊന്ന് നന്നായി കിട്ടാൻ. അല്ലെങ്കിൽ സുൽത്താനല്ലേ ഉസ്താദിനല്ലേ എന്നോ പണിയെടുത്തിക്കൂടെ? ഉസ്താദിന് വേണ്ടിയിട്ടാ ഇത്. നമ്മളെ ഈ ഉമ്മത്ത് നന്നാവാനല്ലേ. അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് നല്ല ദീനി വിജ്ഞാനം ഉണ്ടാവണം. അല്ലെങ്കിൽ ഉമ്മമാരെ നമ്മൾ ഈ ലോകത്തേക്ക് അയച്ചത് കുറെ അമ്മൂസും മയോണിസും നൂഡിൽസും കുബൂസും 65ഉം ഡ്രൈ ചിക്കനും അൽഫാമിന്റെ ടേസ്റ്റ് നോക്കാനല്ല, പപ്പടം അച്ചാറിന്റെ രുചി നോക്കാനല്ല. പിന്നെ എന്തിനാന്നറിയാ? ഫാത്തിഹന്റെ മധുരം അറിയാനാണ്. അറിയോ നമുക്ക്?
യാസീന്റെ മാന അറിയാം നമുക്ക്? പരലോകത്തെങ്ങാനും നമ്മളോട് ഒരു ഫാത്തിഹയുടെ അർത്ഥം പഠിക്കാൻ പോലും ഒരു 60 കൊല്ലമായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് വെച്ചാ എന്താ നമ്മൾ പറയാ? എന്താ നമ്മൾ പറയല്? അതാ പറഞ്ഞത്, ബുദ്ധിയോടുകൂടി നമ്മൾ ജീവിക്കണം എന്ന്. അതിന് നമ്മളെ വീട്ടിൽ നല്ല ദീനി ചിട്ടയും കുട്ടികൾക്ക് ഇൽമുണ്ടാവണം. ഇന്നലെ അതിന് ഒരു സ്ഥലത്ത് പരിപാടിക്ക് പോയപ്പോ ഒരാൾ ഒരു മുത്താലിമിനെ കാണിച്ചെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വീട്ടില് ചെലവിന് വരുന്ന കുട്ടിയാ, ചെറിയ മോന്, വയനാട് ജില്ലയാന്ന് എൻ്റെ ഒരു ഓർമ്മ. ആ കുട്ടിനെ കാണിച്ചിട്ട് ആ വീട്ടുകാര് എനിക്ക് പരിചയപ്പെടുത്തി തരിക, ഈ മോന്റെ ഉമ്മാക്കുപ്പാക്കും പെൺകുട്ടികളില്ല, 6 ആൺമക്കളാ, ഈ 6 ആളും മൂലാമാറാണ്. ആ ഉപ്പയും ഉമ്മയും സ്വർഗത്തേക്ക് പോയതിന് വേറെ എന്തെങ്കിലും വേണ? 6 ആളും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ദീൻ പഠിപ്പിക്കണം. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരായിട്ടാണ്. കൻസുലുലമ ചിത്താരി ഉസ്താദ് ബുഖാരി ഓതിക്കഴിഞ്ഞ് തന്നാല് അടുത്ത പീരീഡ് നമ്മൾ ഓതല് റോബർട്ട് ഫ്രോസ്റ്റിന്റെ മെൻഡിങ് വാളാണ്. തുഹഫത്തുൽ മുഹ്താജ് ഓതിക്കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പീരീഡ് വേർഡ്സ് വർത്തിന്റെയോ ജോൺ ഡണ്ണിന്റെയോ ജോൺ കീറ്റ്സിന്റെയോ മാത്യു അർണോൾഡിന്റെ കവിത പഠിച്ചിട്ട് തന്നെയാ ഈ വർത്താനം പറയണത് കേട്ടോ. ഭൗതിക വിദ്യാഭ്യാസം ഷുഡ് ബി സ്റ്റഡീഡ് വെരി വെൽ. നന്നായി പഠിക്കണം. ഗൾഫിൽ പോകുമ്പോൾ മറ്റുള്ള ആൾക്കാരൊക്കെ സർട്ടിഫിക്കറ്റ്, കുറെ ബയോഡാറ്റ, CV, അല്ലെങ്കിൽ BPharm, BDS, PharmD, MLT, ആയുർവേദിക്, MBBSന്റെ സർട്ടിഫിക്കറ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ മക്കളും കാരണന്മാരും കുറെ ഉണ്ട, മണ്ട, കാജ, കോലപ്പ, പുളിയച്ചാർ, മാങ്ങച്ചാർ എടുത്തിട്ടല്ല പോക്ക്. ഇതെന്താ ബേക്കറി തുടങ്ങാൻ അവിടെ പോണത്? എന്നിട്ട് പാതിരാക്കല്ല വിളിക്കല്. ഗൾഫിൽ പോകുന്നതിന്റെ തലേന്ന് 1.5 കിലോ സ്പേസ് ഉണ്ട്, എന്തെങ്കിലും അച്ചാറുണ്ടാകും, പുതിയ ഐറ്റം. അകലം നിർത്താനായിന് കേട്ടാ. പഠിക്കണം നന്നായിട്ട്, മക്കളെ പഠിപ്പിക്കും വേണം. അതിനല്ലേ സംവിധാനം. ഇപ്പൊ ഇവിടെ നോക്ക് നിങ്ങള്, ഹിഫ്ളുൽ ഖുർആൻ SSLC പാസ്സാവുന്നു, 5 വർഷം ഡിഗ്രി +2 ഒക്കെ കഴിഞ്ഞ് ദെൻ അവർ സക്കാഫി, പിന്നെ PG ലോകത്തേക്ക് പോവാണ്. അപ്പൊ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് വാട്ട് ഈസ് ദ ജൂരിയസ് സ്റ്റഡീസ് റൂൾസ് ഓഫ് ഓർഗൻ ഡൊണേഷൻ എന്ന് ചോദിച്ചാൽ ഒരു മസല പറയും. BBA പഠിക്കുന്ന ആള് ബിറ്റർ കോയന്റെ ഫിഖ് മസല എന്താന്ന് വെച്ചാൽ ഒരു പറയും. കണ്ട, അതെന്നല്ലേ ആലിമീങ്ങളുടെ ത്യാഗം. ഈ ഉമ്മത്തിന് ഇത്രയും സേവനം ചെയ്യലേന്ന്, അതിനോട് ചേർന്ന് നമ്മൾ നിൽക്കണം. അതിന് നന്നായിട്ട് നമ്മൾ ദുആർക്കും വേണം. വീട്ടിൽ ഖൈറാത്തുകൾ വർദ്ധിപ്പിക്കുകയും വേണം. വീട്ടിൽ സുഹൃതങ്ങൾ വർദ്ധിച്ചാൽ ഇന്നൽ ബൈത്തല്ലദീ യുഖറഉ ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന വീടാണെങ്കിൽ ആ വീട്ടിൽ വളരുന്ന മക്കൾ നന്നാവും. 4 നേട്ടങ്ങളുണ്ട് ഖുർആൻ ഓതുന്ന വീട്ടില്. ഒന്ന്, ആ വീട്ടിൽ പിശാച് ഇല്ലാതാവും, ആ വീട്ടിൽ ഖൈർ വർദ്ധിക്കും, ആ വീട്ടിൽ മലക്കൾ വരും, ആ വീട്ടിൽ വലിയ ബർക്കത്തായിരിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, നമ്മളെ മക്കൾ നന്നാവണോ വീട്ടിൽ നേരെ. നമുക്കൊക്കെ ഓർമ്മയുണ്ട്, മദ്രസയിലൊക്കെ പഠിക്കണ കാലത്ത് രാവിലത്തെ ചായ തരണം, കടി കിട്ടണം എന്നുണ്ടെങ്കിൽ ഉമ്മ പറയുന്ന നിശ്ചയിക്കപ്പെട്ട ഖുർആൻ ഓതിയിരിക്കണം. അങ്ങനെയാ നമ്മൾ പഠിപ്പിക്കേണ്ടത്. കുട്ടികൾ ആ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരണം. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനൊരു ദിവസം കുറെ മുമ്പുള്ളൊരു അനുഭവം പറയുന്നു കേട്ടോ. ഒരു ദിവസം ബസ്സിന് വെയിറ്റ് ചെയ്യാൻ എൻ്റെ നാട്ടിൽ കുറെ മുമ്പ് ഒരു സ്ഥലത്തേക്ക് പോകണം. അപ്പൊ പെട്ടെന്ന് ഒരാൾ ബൈക്ക് വന്ന് നിർത്തി. ദൂരെ ഒന്നല്ല പരിപാടി. അയാൾ ചോദിച്ചു, ഉസ്താദ് എടുത്തേക്കാ. ഞാൻ ആ സ്ഥലം പറഞ്ഞു. എന്നാ കയറ് എന്ന് പറഞ്ഞ അയാളെ ബൈക്കിൽ കയറ്റി. മഗ്രിബ് വാങ്ങി കൊടുക്കാറായിട്ടുണ്ട്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ നാട്ടിൽ പരിപാടി. ഒരു ടൗൺ എത്തിയപ്പോ, ചെറിയൊരു ടൗൺ എത്തിയപ്പോ അയാൾ നിർത്തി. ഞാൻ കരുതി എന്താ ഈ സമയത്ത് നിർത്തുന്നത്? ഇവിടുന്ന് മഗ്രിബ് നിസ്കാരത്തിലേക്ക് എത്തുന്നതിനേക്കാൾ എനിക്ക് നല്ലത് കുറച്ചുകൂടി പോയാൽ അവിടെ ജമാഅത്തിന് കിട്ടും, പിന്നെ പ്രഭാഷണം നടത്തേണ്ട ആൾ വന്നെന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ അയാൾ അവിടെ നിർത്തിയിട്ട് ചെയ്യണ പരിപാടി എന്താ വെച്ചാൽ ഈത്തപ്പഴം തിന്നുകയാണ്. ഒരു ഈത്തപ്പഴം എനിക്കും തന്നു. ഞാൻ ഏകദേശം ഊഹിച്ചു മൂപ്പര് സുന്നത്തോമ്പുകാരനാണെന്ന്. ഒന്നുകൂടി ആലോചിച്ചപ്പോൾ തിങ്കളാഴ്ച ആയിരുന്നു അത്. അപ്പൊ അയാളെ കുറിച്ച് നമുക്കൊരു മതിപ്പൊന്നുമല്ലോ. ഞാൻ സുന്നത്തോമ്പ് എടുക്കാറില്ല. അയാൾ നല്ലൊരു മനുഷ്യനായി ജീവിക്കുന്നു. നേരത്തെ അയാളെ പരിചയമൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ അയാളുടെ വിവരങ്ങളൊന്നും അറിയാൻ എനിക്ക് തോന്നി. ഒരു 2 സ്റ്റോപ്പും കൂടി അതിന് സഞ്ചരിക്കാനുള്ളൂ. അന്വേഷിച്ചപ്പോൾ അയാൾക്ക് ഇന്ന് അറബി മാസം എത്രയെന്ന് പറയാൻ കഴിയും. ഇന്നിപ്പോൾ നമുക്ക് ചിലപ്പോൾ റബീഉൽ അവ്വൽ തീർന്നുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ മുഹറം ആയതുകൊണ്ട് ചിലപ്പോൾ പറയുമായിരിക്കും, സഫർ ആയത് അങ്ങനെ പറയുമായിരിക്കും.
അങ്ങനെയല്ല, മൂപ്പർക്ക് ദുൽഖഅദായാലും പറയും, ദുൽഹിജ്ജായാലും പറയും, ഇന്ന് മുഹറം 8, റബീഉൽ അവ്വൽ 4, അങ്ങനെ കറക്റ്റ് പറയും. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ സാധിക്കണത്? ഏതാണോ അറബി മാസത്തെ ഡേറ്റ്, ആ ഡേറ്റിൽ മൂപ്പര് ആ ജുസ് ഓതി തീർന്നിട്ടുണ്ടാവും. റജബ് 8 8 ജുസ് ഓതും, 9 ജുസ് ഓതും. അപ്പോൾ ഓരോ മാസം ഓരോ ഖത്തം തീർക്കും. സാധാരണക്കാരൻ. അപ്പോൾ ഒരു മാസം ഒരു ഖത്തം തീരും. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ ഒരു ജീവിത സ്റ്റൈല് രൂപപ്പെടുത്താൻ കാരണം എൻ്റെ ഉപ്പക്കും ഉമ്മക്കും വേണ്ടിയിട്ട്. മനസ്സിലായിട്ടില്ല. പണ്ടൊക്കെ ഞാൻ മദ്രസയിൽ പഠിക്കണ കാലത്ത് എൻ്റെ ഉപ്പ നന്നായിട്ട് എന്നെ ഇങ്ങനെ കുലുക്കിയിട്ട് സുബഹിക്ക് എണീപ്പിക്കും. ഉപ്പ ബാത്റൂമിൽ പോകുന്ന തക്കത്തിൽ ഞാൻ ഒന്നും കൂടി പോയി ഉറങ്ങും. അപ്പോൾ ഉമ്മ വെള്ളം തെളിച്ചിട്ട് എന്നെ എണീപ്പിക്കും. അന്ന് എന്നോട് സ്നേഹമില്ലേ എന്ന് വരെ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അന്ന് എൻ്റെ ഉപ്പിയുമ്മി ആ രീതിയിൽ എന്നെ വളർത്തിയോണ്ട് ഇന്ന് ഞാൻ പള്ളിയിൽ കൃത്യം പോകുന്നു, സുന്നത്ത് ജമാഅത്തിലായി ജീവിക്കുന്നു. അതുകൊണ്ട് ഞാൻ സുബഹിക്ക് മുമ്പ് എണീറ്റിട്ട് ഒരു യാസീന് എൻ്റെ മരിച്ചുപോയ ഉപ്പക്കുമ്മക്ക് ഓതും. പകല് ഏതെങ്കിലും ഒരു സമയം കണ്ടെത്തിയിട്ട് അധികവും മഗ്‌രിബിന് ശേഷവും ഇശാക്ക് ശേഷമൊക്കെ ആയിട്ട് ഒരു ജുസ് ഓതി തീർക്കും എൻ്റെ ഉപ്പൻ്റെ ഉമ്മൻ്റെയും ഖബറിൽ. ഇങ്ങനെ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുന്നിടത്ത് ആ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ത്യാഗം ആലോചിച്ച് നോക്കി. ഇതാണ് ശരിക്കും സ്നേഹം എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാണ് നമ്മളെ മക്കളെ വളർത്തേണ്ടത്. അതിന് നന്നായി ദ്വാരക്കണോ. എപ്പോ ഗർഭായ കാലത്ത് തന്നെ അല്ല, അതിന്റെ മുമ്പ് തന്നെ ദ്വാരക്കണോ. അതാണ് ജസരി ഇമാമിന് കല്യാണം വരെ കഴിക്കുന്നതിന് മുമ്പാണ് ഖുർആൻ പണ്ഡിതനായ മോനെ തരണേന്ന് ദ്വാരുന്നത്. കൊടുത്തില്ലേ ജസരി ഇമാമിന്റെ വാപ്പക്ക്? ഗർഭായ കാലത്ത് ദ്വാരക്കണം. അങ്ങനെ എത്ര അനുഭവങ്ങളുണ്ട് ഇമാമിങ്ങൾക്ക്. പാല് കൊടുക്കുമ്പോ ഉമ്മമാരെ ദ്വാരുന്നു പഴയ കാലത്ത്, എൻ്റെ മോനെ ഹാഫിളാക്കണേ, എൻ്റെ മോനെ സ്വാലിഹാക്കണേന്നൊക്കെ. ഇന്നത്തെ ഉമ്മ എന്താ കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ ദ്വാരക്കല്, എൻ്റെ മോനെ വേ ഉറക്കണേ അല്ലോ. അതുകൊണ്ട് കുറെ ഉറക്കന്മാർ ഫുൾ ഉറക്കന്നെ, പകല് ഫുൾ ഉറക്ക്. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നല്ല ദീനീ ചിട്ടയിൽ കുട്ടികളെ വളർത്തണം. അള്ളാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. അഞ്ചാമത്തെ, ഖൈറാത്തുകൾ ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ മോൻ നന്നാവാൻ വേണ്ടി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഉദാഹരണത്തിന് സ്വതക്ക അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളൊരു സഹായമൊക്കെ കൊടുക്കുമ്പോൾ എൻ്റെ മോന് നന്നാവണം. അത് പഴയ കാലത്തൊന്നും അങ്ങനെ ചെയ്തിരുന്നു. അതിന്റെ ബർക്കത്തുകൊണ്ട് തന്നെയാണ് മക്കള് വലിയ വലിയ ദർജയിലേക്ക് എത്തിയത്. നിങ്ങൾ കണ്ടിട്ടില്ലേ പഴയ കാലത്തൊരു സ്റ്റൈല്? പിന്നെ തങ്ങന്മാരൊക്കെ കലക്ഷൻ നടത്തുമ്പോൾ, പിരിവ് നടത്തുമ്പോൾ മക്കളെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് വാപ്പമാര് കൊടുക്കും. അത് ഓരോ ഭാവിയിലുള്ള ശീലം രൂപപ്പെടുത്താനും കൂടിയാണ്, അതോടൊപ്പം ഈ കുട്ടി നന്നാവാനുമാണ്. അങ്ങനെ ഒരു പച്ചപ്പുള്ള ഒരു ജീവിതം നമ്മളെ വീട്ടിലേക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയണം. ഇപ്പോഴൊക്കെ മഹബത്തൊക്കെ ഫുള്ള് ഇൻസ്റ്റഗ്രാമിലാണ്. നമുക്ക് ഇഷ്ടമുള്ള കുറെ കാര്യം ചെയ്താൽ മഹബത്താവുന്ന നമ്മളെ വിചാരം. ഒരു പെൺകുട്ടിക്ക് കാലിഗ്രഫിക്ക് കഴിവുണ്ട്, വരച്ചിടൽ തന്നെ, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് തന്നെ, 100% മഹബത്തായി. ചങ്ങായിമാരെ, അമ്മക്ക് ഇഷ്ടമുള്ള കുറെ കാര്യം ചെയ്യല മഹബത്ത്. റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോഴല്ലേ മഹബത്ത് ഉണ്ടാവുക. ഇപ്പൊ എന്റെ വൈഫിനോട് ഞാൻ ചോദിച്ചു എന്താ വാങ്ങേണ്ടത് വരുമ്പോന്ന്, ചോക്ലേറ്റ്. വിച്ച് ചോക്ലേറ്റ്? സ്നിക്കേഴ്സ്, ഗാലക്സി, ബോണ്ടി. ഓക്കെ, അത് വാങ്ങിട്ട് പോണം. അപ്പൊ എല്ലാം ഇഷ്ടം ഉണ്ടാവുക. അല്ലാതെ എന്റെ ഷോപ്പിൽ 8 കുമ്പളങ്ങ വാക്കി അത് ചാക്കിലാക്കിയിട്ട് ഓൾക്ക് കൊടുക്കാൻ വേണ്ടി സർപ്രൈസ് ആയിട്ട് ഇതാ മഹബത്ത്. നമുക്ക് അരങ്ങുള്ള കുറെ കാര്യം ചെയ്യല ആണോ? പച്ചപ്പുള്ള സ്നേഹം പഠിക്കേണ്ടത് നമ്മളെ ഉമ്മമാരിൽ നിന്നാണ്. ഈ റബീഉൽ അവ്വലൊക്കെ മണക്കുന്ന സമയത്ത് തന്നെ ആ സ്നേഹം തുടങ്ങും. റബീഉൽ അവ്വൽ മണത്താ മതി. ഉദാഹരണത്തിന് ദുൽഹിജ്ജ കഴിയുമ്പോ സാധുക്കളായ ഉമ്മമാര് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ ആൾക്കാര് ഓരോ ഭർത്താവ് ആകപ്പാടെ കൊടുക്കുന്ന ചെലവിന്റെ പൈസ 3000 ഒക്കെ ആയിരിക്കും, 2500. ഓട്ടോ ഡ്രൈവറായി അല്ലെങ്കിൽ വേറൊരാൾ ഓട്ടോ റെന്റിന് എടുത്തിട്ട് ഓടിക്കുന്ന ആൾക്ക് 2500 തന്നെ കൊടുക്കല് മഹാ റിസ്ക് ആണ്. ഈ 2500 ഈ ഉമ്മ കറണ്ട് ബില്ല്, ഫോൺ ബില്ല്, റീചാർജ്, മുട്ട, ബ്രെഡ്, പാല്, വെളിച്ചെണ്ണ. മർഹബൻ ബിൽ ഖായിൽ.
അപ്പൊ ഈ 2500 കൊണ്ട് ഈ പാവങ്ങള് കുടുംബത്തിലെ എല്ലാ ചെലവും ഒപ്പിക്കും. ഈ ഉമ്മ വാപ്പ ചിലപ്പോ ഗൾഫില് ഹൗസ് ഡ്രൈവർ ആയിട്ടായിരിക്കും, ആ പാവം അയച്ചു കൊടുക്കണം 3000-2500 കൊണ്ട്. അപ്പൊ ഈ റബീഉൽ അവ്വൽ വരുമ്പോ അവര് ചെയ്യണ ഒരു പരിപാടി ഉണ്ടെന്ന് അറിയോ? ഒരു ഭണ്ഡാരം വാങ്ങാനാക്കും. ദുൽഹിജ്ജ കഴിഞ്ഞ് മുഹറം ആവാറാകുമ്പോ മോനോട് പറഞ്ഞ ആ 20 റുപ്യന്റെ ഭണ്ഡാരം ഒന്ന് പൈസ അത് മുസ്തഖാനോട് കടം പറഞ്ഞോളി, പെറ്റ എഴുതാൻ പറഞ്ഞോളി, ഈ മാസം ചെലവിന് ഉപ്പ അയച്ചെന്ന പൈസ ഒക്കെ തീർന്നതിന് ഭണ്ഡാരം തന്നെ കടം വാങ്ങുന്നു. അടുത്ത മാസത്തെ 2500-ന് 3000-ന് വേണം ഈ 20 റുപ്യ കൂടെ കൊടുക്കാൻ. എന്നിട്ട് ആ ഭണ്ഡാരം വാങ്ങി വീട്ടിന്റെ ഒരു മൂലക്ക് വെച്ച് പാല് വാങ്ങാൻ പോയപ്പോ ബാക്കി കിട്ടി 5 രൂപ 10 രൂപ ഇങ്ങനെ ഇട്ട് 20, 5, 10, 50 റുപ്യയിലിട്ട ആ പാവങ്ങൾക്ക് മഹാ അത്ഭുതമായിരിക്കും. നമുക്കിതൊന്നും ചിലപ്പോ തിരിയൂല, നമുക്ക് സമ്പത്തുകൊണ്ട് അമ്മാനെ പാടുന്നതല്ലേ. ഇങ്ങനെ ഇട്ട് റബീഉൽ അവ്വൽ ആയി 8 റബീഉൽ അവ്വൽ 8, 9, 10, 11, 12 ഘോഷയാത്ര. അപ്പൊ ഈ ഭണ്ഡാരം എടുത്തിട്ട് നല്ല കനുണ്ടല്ല കുറച്ചുണ്ടാവും എന്നല്ല വിചാരിച്ച് ഇതെടുക്കുമ്പോ തന്നെ അവർക്ക് അരിയുന്നല്ല ഉണ്ടാവും. ഈ ഉമ്മ മക്കളെല്ലാം തലക്കൊഴിഞ്ഞിട്ട് എന്റെ മക്കളെല്ലാം ഒരു പറയണ ഒരു വർത്താനുണ്ട്, എന്റെ മുത്തുനബീന്റെ ബർക്കത്തുണ്ട്, എന്റെ മക്കളെല്ലാം നന്നാക്കി തരണേ. ഈ ഭണ്ഡാരത്തിന്റെ 20 റുപ്യ ഇപ്പൊ കൊടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് കത്തിയെല്ലാം എടുത്തിട്ട് ഭണ്ഡാരം മുറിച്ച് നോക്കുമ്പോ ഇങ്ങനെ ഓരോന്ന് 20 റുപ്യ. മീൻ മണമുണ്ട്, മീനിന്റെ മണം, മത്സ്യത്തിന്റെ, അതിനോടുണ്ട് ഇട്ടായിരിക്കും. കറിയായ 10 റുപ്യ, കുറെ മുളകൊടിയായ 10 റുപ്യ ഇങ്ങനെ ഉണ്ടാവും. ടോട്ടൽ കിട്ടിയത് 350. ഒരു 120 റുപ്യ അപ്പുറത്തെ ആളോട് കടം വാങ്ങി അടുത്ത മാസം അയച്ചെന്നാ തരാന്ന് പറഞ്ഞിട്ട് 500 ആക്കി. എന്നിട്ട് മക്കളെ അയച്ചിട്ട് വാങ്ങിയിട്ട് വരും ഒരു പാക്കറ്റ് എക്ലെയറും മറ്റേത് മിൽക്കി ബാറും 250 പേപ്പറിൽ പൊതിഞ്ഞ് ഒരു കയറുകൊണ്ട് കെട്ടിയിട്ട് പിന്നെയും മക്കളെ തലക്കൊഴിഞ്ഞിട്ട് എന്റെ മക്കള് ഈ റസൂലുള്ളാഹിന്റെ ബർക്കത്തുകൊണ്ട് നന്നാക്കണേ. അങ്ങനെ നമ്മളെ ഉമ്മമാര് മഹബത്ത് കാണിച്ചത്. അങ്ങനെ ഘോഷയാത്രയിൽ ചെറിയ പിള്ളേർ ഇങ്ങനെ സ്കൗട്ടും ദഫൊക്കെ കളിക്കുന്നു. മറ്റു ചില പിള്ളേർ ആദ്യമായിട്ട് ഘോഷയാത്രയൊക്കെ പങ്കെടുത്ത നബിതന്റെ റാലിക്ക് പങ്കെടുത്ത പാക്കറ്റൊക്കെ എടുത്തിട്ടാണ് വന്നേക്കണത്. കുറെ മിഠായി കിട്ടുന്നൊക്കെ ഓരെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോ ഉണ്ടാവും ഈ ഉമ്മ മതിലിന്റെ സൈഡില് വളണ്ടിയേഴ്സിനെ വിളിച്ചിട്ട് കരഞ്ഞോണ്ട് തട്ടം കൊണ്ടായാലും തുടച്ച്, എന്തിനാ ഒരു കരയുന്ന അറിയില്ല, പക്ഷെ ഓർക്ക് റൗള് ഇങ്ങനെ കാണുന്ന പോലെ എപ്പോഴും. എന്നിട്ട് ആ മതിലിന്റെ മേലെ വെക്കും, ഇതെടുത്തോളി. ഈ എക്ലെയറും മിൽക്കി ബാറും ആ ഉമ്മ ജീവിതത്തിൽ തിന്നിട്ടുണ്ടാവില്ല, ഓരോ മക്കൾക്ക് ഇതുവരെ വാങ്ങിക്കൊടുക്കാൻ കാശുണ്ടായിട്ടുണ്ടാവില്ല. അവിടെ വെച്ചിട്ട് അവിടെ കയ്യും വെച്ചിട്ട് നബിയേ എന്ന് പറയുന്നിട്ട് അവിടെ വെക്കും. അത് റൗളയിൽ ഒരു പച്ചശരി ഇടും. അത് മഹബത്ത, പച്ചപ്പുള്ള മഹബത്ത്. ആ മുഹിബ്ബീങ്ങളാണ് നമ്മൾ ആവേണ്ടത്. അങ്ങനെ നമുക്ക് മഹബത്ത് ഖൽബിൽ നിന്നുണ്ടാവണം. അങ്ങനെയെങ്കിൽ സ്റ്റാറ്റസ് ഇടാനും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനൊന്നും തോന്നൂല. അത് മഹബത്ത് ഒരു ഇബാദത്താ. നബിയെ കാണിച്ചേർന്നെന്ന് സ്റ്റാറ്റസിൽ ദുആർക്കാൻ ആരാ ആമീൻ പറയേണ്ടത്? മലക്കളി നെറ്റ് തുറന്നിട്ടാ? എന്താ കൂട്ടർ ഈ വൃത്തികെട്ട കൾച്ചർ നമുക്ക് രൂപപ്പെട്ടു പോയത്? ഇതൊന്നും നമുക്ക് ഉണ്ടാവേണ്ടതല്ല. നമ്മളെ ഇബാദത്തൊക്കെ രഹസ്യമായിട്ടായിക്കോട്ടെ. ഇന്നലെ രാത്രി ഞാൻ സ്വപ്നത്തിലാവണം തങ്ങൾ പറയണത്, കണ്ടല്ലോ ബിലാലെ നിന്നെ സ്വർഗത്തിൽ ബിമസബക്ത, എങ്ങനെ വേഗത്തിയത് നബി. അതിന് മാത്രം എന്റെ എപ്പം പൊള്ളു പറഞ്ഞാലും പൊള്ളെടുക്കും, എപ്പോ പൊള്ളെടുത്താലും 2 റക്അത്ത് സുന്നത്ത് തന്നെ. ശരിക്കും ബിലാൽ റളിയല്ലാഹു നബി തങ്ങളുടെ ഇരിപ്പിലും നടത്തത്തിലും യുദ്ധത്തിലും വിജയത്തിലും മുന്നേറ്റത്തിലും യാത്രയിലും എപ്പോഴും കൂടെയുള്ള ആളല്ലേ. ബിലാൽ തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും അറിയാത്ത ഇബാത്ത് ചിപ്പിക്കകത്ത് മുത്തുപോലെ അടച്ചു വെച്ചിട്ടുണ്ട്. ആരും അറിയാത്ത ബുഖാരി ഇമാമി ഹദീസ് രേഖപ്പെടുത്തിയപ്പോ ഇതിനൊരു ശറഹ് കൊണ്ടുവരുന്നുണ്ട് ഇബ്നുൽ ബത്താൽ. ഞങ്ങൾ ആരും അറിയാത്ത ഇബാത്ത് നമുക്കും വേണോന്ന്. ആരും അറിയണ്ട. 1000 സ്വലാത്ത് പൂർത്തിയാക്കി ഗ്രൂപ്പിൽ ഇട്ടോ ഇടാതിരിക്കാം, എന്തും ചെയ്യാം. പക്ഷെ ആരും അറിയാത്ത എന്തെങ്കിലും വേണം. സ്റ്റാറ്റസിൽ വരാത്ത, ആരും അറിയാത്ത ബുർദ മജ്ലിസിൽ ഇരിക്കുമ്പോഴേക്ക് ഐ ആം ഡാഷ് അറ്റ് മജ്ലിസ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇടുന്ന പുതിയ കാലത്തേക്ക് നമുക്ക് എന്തോ പ്രശ്നം വരുന്നുണ്ട്. ആരും അറിയാത്ത എന്തെങ്കിലും ഇബാത്ത്. കണ്ണൂർ ജില്ലയില് ഇരിട്ടിയില് ആറളം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഇപ്പൊ അടുത്തൊരു മഹാൻ വഫാത്തായി. ആറളം അബ്ദുൽ ഖാദർ ഫൈസി ഉസ്താദ് വഫാത്തായിട്ട് മയ്യത്തിന്റെ വയറിന്റെ മേലെ ഒരു സാധനം വെക്കുമല്ലോ, ഒരു കനുള്ള സാധനം.
വെക്കുമ്പോ ഒന്നും കിട്ടിയില്ല, കിട്ടിയതൊരു ഡയറിയാ. ആ ഡയറി വെച്ച് ഓരെ കുളിപ്പിക്കാനെടുത്തപ്പോ ആ ഡയറി തുറന്നു നോക്കുമ്പോ 25 കൊല്ലം മുമ്പുള്ള ഒരു അനുഭവം. ഓരെ എന്താന്നറിയോ? റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം, റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ട അനുഭവം. അതിന്റെ താഴെയുണ്ട് ഒരു അടിപൊളി വരി, വറഅയ്തു മിറാറൻ, എന്റെ തങ്ങളെ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. ആറളം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് മദീന മാത്രം അറിയുന്ന ചിപ്പിക്കകത്ത് സൂക്ഷിച്ച മുത്ത്. ഇങ്ങനെ മഹബത്ത് നമുക്ക് രൂപപ്പെടണം. റൗള കാണുമ്പോഴേക്ക് സ്റ്റാറ്റസ് അല്ല, അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പല്ല നമുക്ക് രൂപപ്പെടേണ്ടത്. നമ്മളുടെ മഹബത്ത് അവിടത്തേക്ക് ഇഷ്ടപ്പെട്ട മഹബത്താവണം. അങ്ങനെ നമ്മളെ മക്കളെ വളർത്തിക്കൊണ്ടുവരണം. സ്വഹാബി വനിതകൾ മക്കളോട് ചോദിക്കും, നീ ഇന്ന് മുത്തുനബിനെ കണ്ടിട്ടില്ലേ? വീട്ടിൽ കയറണ്ട, പോയിക്കോളി എന്നാ പറയുന്നത്. ഒരു അനുഭവം പറയുന്നുണ്ട്, മുസ്നദ് അഹ്മദിൽ കാണാം. എന്റെ ഉമ്മ ഒരിക്കൽ എന്നോട് ചോദിച്ചു, നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് എത്ര ദിവസം? ഇത്രയും ദിവസമായിട്ട് കണ്ടിട്ടില്ലടോ. നന്നായിട്ട് ചൂടായി. എന്നിട്ട് പറഞ്ഞു, വീട്ടിൽ കയറണം, നീ പോയിക്കോളി, തങ്ങളെ കണ്ടിട്ട് വന്നാൽ മതി. 2 കാര്യം, ഒന്ന് തങ്ങളെ കണ്ട് വളരെ വൃത്തിയിൽ കണ്ടിട്ട് വരണം. രണ്ടാമത്തത് ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കാനും പറയണമെന്ന്. മഗ്രിബിന്റെ സമയത്തെത്തി, മഗ്രിബ് നിസ്കാരം ഔറാദല്ലെങ്കിൽ ഇശാ കൊടുത്തു. ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അവിടെ എന്താ ഒരു ആളനക്കം? അത് ഹുദൈഫ. എന്താ മോനെ? ഉമ്മ നന്നായി ചൂടായി. എന്തിന്? തങ്ങളെ 2-3 ദിവസമായിട്ട് കാണാത്തതിന്. കണ്ടില്ലേ, ഉമ്മാക്ക് ദ്വാരക്കാൻ പറഞ്ഞിരുന്നു, ദ്വാരന്ന് കൊടുത്തു. ഇങ്ങനെ മക്കളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റണം. നല്ല പച്ചപ്പുള്ള, നല്ല നനവുള്ള, ആത്മീയ ബോധമുള്ള, വീട്ടിൽ ഖുർആൻ ഓതുന്ന, സുബ്ഹിന് ഒരാളും ഖലാക്കാത്ത നല്ല വീട്, ബറക്കത്തുള്ള വീട് നമ്മൾ സൃഷ്ടിച്ചെടുക്കാൻ ഉമ്മമാരാണ് മുൻപന്തിയിൽ ഉണ്ടാവേണ്ടത്. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. മക്കളെ നന്നാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.